കവിയായി പോയതുകൊണ്ട് ഞാനൊരു കവിത വായിച്ച് തുടങ്ങാം. കവിത എന്നൊന്നും അതിനെ വിളിക്കണ്ട. ഗ്രീക്ക് കവിയായ CP കവഫിയുടെ, അദ്ദേഹം ഗ്രീസിലെ ആധുനിക കവികളിൽ വളരെ പ്രധാനിയാണ്. ജോർജ് സെഫറിസിനോടൊപ്പം സ്ഥാനമുള്ള ആളാണ്. കവഫിയുടെ ഒരു കവിതയുണ്ട്, വെയ്റ്റിംഗ് ഫോർ ദ ബാർബേറിയൻസ് എന്ന്. ഒരു പരിഷ്കൃത രാജ്യത്തിലെ ആളുകൾ ആ പരിഷ്കാരം തകർക്കാൻ വേണ്ടി എപ്പോഴാണ് പ്രാകൃതരായ മനുഷ്യർ വരിക എന്ന് കാത്തു നിൽക്കുന്നതാണ് അതിൻ്റെ സന്ദർഭം. ഒരുപക്ഷെ അത്തരമൊരു സന്ദർഭത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്ന സമയത്താണ് ഞാൻ അതിൻ്റെ ഒരു തുടർച്ചയെന്ന പോലെ ഒരു കവിത എഴുതിയത്. മുട്ടാളന്മാർ ഒരു നാടൻ വാക്കാണ്, ബാർബേറിയൻസിൻ്റെ ഏതാണ്ടൊരു പരിഭാഷയായിട്ട് വരും. അവർ വരുമെന്ന് നമുക്കുറപ്പായിരുന്നു. അവർക്ക് എതിർ നിൽക്കുമായിരുന്നവരുടെ വിഗ്രഹങ്ങൾ നാം ഒന്നൊന്നായി എറിഞ്ഞുടച്ചു. അവരെ എതിരേൽക്കാൻ കുഞ്ഞുങ്ങളുടെ രക്തം നിറച്ച പാനപാത്രങ്ങളുമായി നാം തലസ്ഥാനത്ത് കാത്തുനിന്നു. ഉടുപ്പുകൾ ഊരി മരവുരികൾ അണിഞ്ഞു. ചരിത്രസ്മാരകങ്ങൾക്ക് തീ കൊളുത്തി. യാഗങ്ങൾക്ക് അഗ്നിയൊരുക്കി. രാജവീഥികളുടെ പേരുകൾ മാറ്റി. നമ്മുടെ ഗ്രന്ഥപ്പുരകൾ അവരെ അരിശം പിടിപ്പിച്ചാലോ എന്ന് ഭയന്ന് അവ ഇടിച്ചു നിരത്തി. ദുർമന്ത്രവാദം നടത്താനുള്ള താളിയോലകൾ മാത്രം സംരക്ഷിച്ചു. പക്ഷെ അവർ വന്നത് നാം അറിഞ്ഞതുപോലുമില്ല. നമ്മുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ്, നമ്മുടെ നിയമപുസ്തകം കയ്യിലേന്തി, നമ്മുടെ തന്നെ മന്ത്രങ്ങൾ ഉരുക്കഴിച്ച്, നമ്മുടെ ഭാഷ സംസാരിച്ച്, രാജസഭയുടെ കൽപ്പടവുകൾ തൊട്ടു വന്ദിച്ചാണ് അവർ കയറി വന്നത്. ഒടുവിൽ അവർ കിണറുകളിൽ വിഷം കലക്കാനും കുഞ്ഞുങ്ങളുടെ ഭക്ഷണം തട്ടിപ്പറിക്കാനും ചിന്തകളുടെ പേരിൽ മനുഷ്യരെ എയ്തു വീഴ്ത്താനും തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവർ നമുക്കിടയിൽ, നമുക്കുള്ളിൽ തന്നെയായിരുന്നു എന്ന്. ഇപ്പോൾ നാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംശയത്തോടെ ചോദിക്കുന്നു, നീയാണോ മുട്ടാളൻ? മറുപടിക്ക് പകരം നമ്മുടെ ഭാവിയിൽ മുഴുക്ക പുക പടർത്തി തീ ആളിപ്പിടിക്കുന്നത് മാത്രം നാം കാണുന്നു. പകയാലും കുഴപ്പമില്ല. മറുപടിക്ക് പകരം നമ്മുടെ ഭാവിയിൽ മുഴുക്ക പുക പടർത്തി തീ ആളിപ്പിടിക്കുന്നത് മാത്രം നാം കാണുന്നു. നമ്മുടെ ഭാഷ മരണത്തിൻ്റേതാകുന്നതും. നഗരചത്വരത്തിൽ ഇപ്പോൾ നാം രക്ഷകരെയും കാത്തു നിൽക്കുന്നു. അവരും മറ്റാരോ ആണ് എന്ന പോലെ. ഈ അവസാനത്തെ വരിയാണ് നമ്മുടെ മുമ്പുള്ള യഥാർത്ഥ പ്രശ്നം. നമ്മെ രക്ഷിക്കാൻ മറ്റാരോ വരും എന്ന പ്രതീക്ഷ. നമ്മെ രക്ഷിക്കാൻ മറ്റാരുമില്ല. നാം തന്നെ നമ്മെ, നമ്മുടെ നാടിനെ, നമ്മുടെ സംസ്കാരത്തെ, ഒരുപക്ഷെ ലോകത്തെ തന്നെ രക്ഷിക്കേണ്ട ആളുകൾ ആണ്. ഈ ബോധം ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ചെറിയ തോതിലെങ്കിലും നിലനിൽക്കുന്ന ഈ ബോധം ശക്തിപ്പെടുത്തുകയും നാം ഓരോരുത്തരും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കരുപ്പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ശില്പശാലകളും സംഘടിപ്പിക്കുന്നത്. ആയുധമില്ലാഞ്ഞിട്ടല്ല, ഉള്ള ആയുധങ്ങൾക്ക് അല്പം മൂർച്ച കൂട്ടാൻ, ഉള്ള അറിവുകൾക്ക് അല്പം ആഴം കൂട്ടാൻ, നാം കേൾക്കുന്ന വാർത്തകൾക്ക് പിറകിലെ മാനസികാവസ്ഥകളെയും അതിന് പിറകിലുള്ള ഭീഷണമായ അധികാരമോഹത്തെയും രക്തദാഹത്തെയും തുറന്നു കാട്ടാനും ഉള്ള അവസരങ്ങൾ എന്ന നിലയിൽ കൂടിയാണ് ഒരുപക്ഷെ നാം ഈ ശില്പശാലകളെ കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞതുപോലെ വരുന്ന പ്രഭാഷണങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഗോപികൃഷ്ണൻ, അത് നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ
ഈ സമീപകാലത്തൊക്കെ ആയി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. RSSൻ്റെ ചരിത്രം ഉൾപ്പെടെയുള്ള, അതിലെ അനുഭവസ്ഥരെഴുതിയ ചരിത്രം ഉൾപ്പെടെയുള്ള ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ, ഇന്ത്യക്കാരുടെ ഭൂതകാലത്തിലേക്കുള്ള അനേകം അന്വേഷണങ്ങൾ, റോമെല താപ്പറും കൈഫ്രീസും ഒക്കെ ഉൾപ്പെടെയുള്ള അനേകം ആളുകൾ നടത്തിയ ചരിത്രപരമായ അന്വേഷണങ്ങൾ, ഇങ്ങനെയുള്ള ഫാസിസത്തെ പലതരത്തിൽ നേരിടാൻ നമുക്ക് ആശയങ്ങൾ നൽകുന്ന വിചാരങ്ങളും വിജ്ഞാന ശാഖകളും ഒക്കെ തന്നെ വികസിച്ചു വന്ന ഒരു കാലം കൂടിയാണ് ഇത്. ഫാസിസത്തിൻ്റെ ഈ മറുപുറമാണ് ഒരുപക്ഷെ നാം അറിയേണ്ടതും അതിൽ നിന്ന് നമ്മുടേതായ ആയുധങ്ങൾ എന്ന് തന്നെ ഞാൻ പറയട്ടെ, ഒട്ടും ഹിംസാത്മകമല്ലാതെ തന്നെ നാം സ്വരൂപിക്കേണ്ടതും. ജനാധിപത്യത്തെ വീണ്ടെടുക്കുക എന്ന കർത്തവ്യമാണ് ആത്യന്തികമായി നമുക്ക് മുമ്പിലുള്ളത്. ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നു, 70കളിൽ ഭരണഘടനയൊക്കെ ഒരു ഉപരിവർഗ ഭരണഘടനയാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് അതേ എനിക്ക് പറയേണ്ടി വരുന്നു, ഈ ഭരണഘടനയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ മൗലികമായ ആദർശങ്ങളെ, സ്ഥിതി സമത്വത്തെക്കുറിച്ചുള്ള അതിൻ്റെ സ്വപ്നങ്ങളെ, ജനാധിപത്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ സങ്കല്പങ്ങളെ, മതേതരത്വം എന്ന മഹത്തായ ആശയത്തെ, മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള അതിലെ വ്യവസ്ഥകളെ, അതിൻ്റെ പിറകിലുള്ള വിദ്യാഭ്യാസത്തെയും ഈ ജനാധിപത്യത്തെയും എല്ലാം കുറിച്ചുള്ള സങ്കല്പങ്ങളെ, ഇവയൊക്കെ വീണ്ടെടുക്കേണ്ടി വരുന്ന ഒരു കാലത്തൂടെ നമുക്ക് കടന്നു വരേണ്ടി വരുമെന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ആലോചിച്ചിരുന്നില്ല. അടിയന്തരാവസ്ഥ നമുക്കറിയാവുന്നതുപോലെ ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്ത് താൽക്കാലികമായി പ്രഖ്യാപിക്കപ്പെട്ട ഒന്നായിരുന്നെങ്കിൽ, ഇന്ന് ഉള്ളത് നിരന്തരമായ അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ ആയിരിക്കുകയാണ്. ഭരണഘടന ഉപയോഗിച്ച് അവിടെ അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ ആ ഭരണഘടനയെ തന്നെ തകർത്തുകൊണ്ടുള്ള കൂടുതൽ തീക്ഷ്ണമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഭരണ സമ്പ്രദായവും ഒരു ജീവിത രീതിയും ആലോചനാ രീതിയും ഒക്കെ തന്നെ കൊണ്ടുവരാനുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് ഇന്നത്തെ ഭരണകൂടം എന്ന് പറയാം. പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ 2-3 കഥകളെന്ന് പറഞ്ഞോളൂ, കഥാസന്ദർഭങ്ങൾ ഓർക്കാറുണ്ട്. ഒന്ന്, ജർമ്മനിയിലെ വലിയ ചിന്തകനും നാടകകൃത്തുമൊക്കെയായിരുന്ന കവിയുമൊക്കെയായിരുന്ന ബെർത്തോൾട്ട് ബ്രെറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആങ്സൈറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ്, ഭരണകൂടത്തിൻ്റെ ഉത്കണ്ഠകൾ എന്ന പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നാസി ജർമ്മനിയിൽ ഒരാൾ സന്ദർശനത്തിന് വന്ന് തിരിച്ചു ചെന്നപ്പോൾ ആ നാട്ടുകാർ ചോദിച്ചു, ആരാണ് ജർമ്മനിയെ ഭരിക്കുന്നത് എന്ന്. അയാൾ ഉത്തരം പറഞ്ഞു, ഭയം. വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയെ സന്ദർശിച്ച് മടങ്ങുന്ന ഒരാളോട് ചോദിച്ചാലും കിട്ടുന്ന ഉത്തരം ഏറെയൊന്നും വ്യത്യസ്തമാവുകയില്ല എന്നെനിക്ക് തോന്നുന്നു. ഇന്ത്യയെ മുഴുവൻ ഭയം ഭരിക്കുന്നതായി നമുക്ക് തോന്നുന്നു. കേരളത്തിൽ ഒരുപക്ഷെ നമുക്ക് അത്ര തീവ്രമായി അനുഭവപ്പെടുന്നുണ്ടാവില്ല. ഇടതുപക്ഷത്തിൻ്റെയും പലതരത്തിലുള്ള ജനാധിപത്യ പക്ഷങ്ങളുടെയും ഒക്കെ ഒരു സ്വാധീനവും ചരിത്രവും കേരളത്തിന് ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ ഭയം എങ്ങനെ മനുഷ്യരെ ഭരിക്കുന്നു എന്ന് പലതവണ നേരിട്ട് കാണാനും അനുഭവിക്കാനും ഒക്കെ അവസരമുണ്ടായ ഒരാളാണ് ഞാൻ. എൻ്റെ വീട്ടുകാരി എപ്പോഴാണ് വാതിലിൽ മുട്ട് കേൾക്കുക എന്ന ഉത്കണ്ഠയിലാണ് ഡൽഹിയിൽ ജീവിച്ചിരുന്നത്. കാരണം ഞാൻ കർഷക സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളാണ്, ഷഹീൻ ബാഗിൽ പോയി സംസാരിച്ച ഒരാളാണ്. എനിക്കറിയാവുന്ന മുറി ഹിന്ദിയിലാണെങ്കിൽ പോലും അങ്ങനെ നിരന്തരമായി എൻ്റെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും കൂടെ ഇവരെ തുറന്നു കാട്ടിക്കൊണ്ടേയിരുന്ന, ഇപ്പോഴും തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട്
ഇയാളുടെ ഗതിയും സ്റ്റാൻ സ്വാമിയുടെ ആകുമോ, അല്ലെങ്കിൽ ആനന്ദത്തിൽ തുമ്പയുടെ ആകുമോ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനാണ് ആനന്ദത്തിൽ തുമ്പെ, എൻ്റെ വിദ്യാർത്ഥിയായ ഹനി ബാബുവിൻ്റെ ആകുമോ, അതോ ഉമർ ഖാലിദിൻ്റെ ആകുമോ? വിചാരണയില്ലാതെ അനേകം വർഷങ്ങൾ തടവിൽ കിടക്കേണ്ടി വരുന്ന സ്വതന്ത്രചിന്തകരായ, ഒരു കുറ്റവും ഭരണഘടന പ്രകാരം ചെയ്തിട്ടില്ലാത്ത ഈ മനുഷ്യരുടെ ഗതിയാകുമോ എന്ന് ഭയന്നിരുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ വളരെ കാലം കഴിഞ്ഞ് പോന്നത്. അതുകൊണ്ട് നിസ്സംശയമായും എനിക്ക് പറയാൻ കഴിയും, ഇന്ത്യയെ ഇന്ന് ഭരിക്കുന്നത് പ്രാഥമികമായും ഭയമാണ്. ഈ ഭയത്തിൻ്റെ പ്രഭവങ്ങൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് ക്രമേണ നാം ഫാസിസം എന്ന അധികാര വിനിമയ സമ്പ്രദായത്തിലേക്കും അതിൻ്റെ പ്രവർത്തന രീതികളിലേക്കും ഒക്കെ തന്നെ സഞ്ചരിക്കാനും അതിൻ്റെ വേരുകൾ കണ്ടുപിടിക്കാനുമൊക്കെ നിർബന്ധിതരാവുക. കാരണം ഭയം ഭരിച്ച അനേകം നാടുകൾ, ഇപ്പോഴും ഭയം ഭരിക്കുന്ന, ഇന്ത്യ മാത്രമല്ല അനേകം രാജ്യങ്ങൾ ഉള്ള ഒരു കാലമാണ് ഇത്. നാം ട്രംപിനെക്കുറിച്ചോ നെതന്യാഹുവിനെക്കുറിച്ചോ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല അത്രാദ്യം നമ്മൾ പണ്ട് തന്നെ വിക്ടർ ഓർബനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്രാങ്കോവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, മുസ്സൊലീനിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഹിറ്റ്ലറെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, പല നിറത്തിലുള്ള സമഗ്രാധിപത്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നാം അവസാനമായി ചെന്നെത്തുക ഇന്നത്തെ അവസ്ഥ ഒരുപക്ഷെ ഒരു കാലത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ മാത്രമല്ല, ഇത് തുടർന്നു പോരുന്ന അമിതാധികാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു ഇരുണ്ട പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് എന്ന് ആണ്. രണ്ടാമത്തെ കഥ ലൂയി അരഗങ് എന്ന ഫ്രഞ്ച് കവിയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട് അരാഷ്ട്രീയനായിരുന്ന ഒരാളെക്കുറിച്ച്. ഒരാൾക്ക് രാഷ്ട്രീയത്തോടൊക്കെ വെറുപ്പായിരുന്നു. ഈ രാഷ്ട്രീയം ആകെ തകരാറാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളോടും രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടുമൊക്കെ അയാൾക്ക് പുച്ഛമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം ഒരു പക്ഷവാതം പിടിപെട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടു. അയാൾക്ക് ആകെ പറയാൻ കഴിയുന്ന ഒരു വാക്ക് രാഷ്ട്രീയം എന്നത് മാത്രമായി മാറി. ആ ഒരു വാക്ക് പല രീതിയിൽ ഉച്ചരിച്ച്, പല സ്വരങ്ങളിൽ ഉച്ചരിച്ച് അയാൾക്ക് തൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റേണ്ടി വന്നു. ചായ കൊണ്ടുവരൂ എന്ന് പറയാൻ അയാൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ്, ഞാൻ ഊഹിക്കുകയാണ്, അത് അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവരുമെന്ന് പറയും, രാഷ്ട്രീയം എന്ന് പറയും. ഇങ്ങനെ പല രീതികളിൽ ഒരു വാക്ക് ഉച്ചരിച്ച്, ഇത് വളരെ 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 അർത്ഥവത്തായൊരു കഥയാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊടികളും ജാഥകളും രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല, നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നാം ഒരു രാഷ്ട്രീയ ജീവിതം ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാർട്ടി ഉണ്ടായാലും ഇല്ലെങ്കിലും, നിങ്ങളിൽ വായിക്കുന്നവർക്കറിയാം, 80കളിലൊക്കെയാണ് ഞാൻ ഒരുപാട് വായനയുടെ രാഷ്ട്രീയം, സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയം, മാധ്യമങ്ങളുടെ രാഷ്ട്രീയം, ആരോഗ്യത്തിൻ്റെ രാഷ്ട്രീയം മുതലായ ലേഖനങ്ങൾ എഴുതുന്നത്. പിന്നീട് പാപത്തറയ്ക്ക് അവതാരികയൊക്കെ എഴുതുമ്പോൾ സ്ത്രീകളുടേതായ വിമോചനത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും എഴുതുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയം എന്നത് നാം വ്യവഹരിക്കുന്ന സാമാന്യാർത്ഥത്തിൽ ഒതുങ്ങുന്നതല്ല. അതിൽ പലതരത്തിലുള്ള ആധിപത്യങ്ങൾക്ക് എതിരായ ചോദ്യം ചെയ്യലുകളോ അവയ്ക്ക് അനുകൂലമായ നിലപാടുകളോ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നത് എനിക്കറിഞ്ഞൂടാ. പലപ്പോഴും ഈ ചില പഴയ വാക്കുകൾക്ക് പെട്ടെന്ന് പുതിയ പ്രസക്തി കിട്ടും. റോസ ലക്സംബർഗിനെ കുറിച്ച് ഞാനൊരു ലേഖനം എഴുതിയത് നക്സലൈറ്റ് പ്രസ്ഥാനമൊക്കെ കുറച്ചൊക്കെ തകർന്ന ഒരു കാലത്താണ്. ലക്സംബർഗ് അന്ന് ലെനിനോട് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാദം നമുക്ക് ജനാധിപത്യം വേണം എന്നതായിരുന്നു. നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകണം എന്നതായിരുന്നു. ലെനിന് തീർച്ചയായും അന്നത്തെ യുദ്ധ സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് അസാധ്യമായിരുന്നിരിക്കാം. പക്ഷേ ആ വാദത്തിൻ്റെ അർത്ഥം പിന്നീട് വളരെ കാലം കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ബോധ്യമായി എന്നതാണ് സത്യം.
അപ്പോൾ ലക്സംബർഗിനെ പോലെ തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു ചിന്തകനാണ് ഇറ്റാലിയനായ അന്റോണിയോ ഗ്രാംഷി. വളരെ ഫാസിസ്റ്റ് വിരുദ്ധ ചിന്തകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന രണ്ട് വാക്കുകൾ കൂടുതൽ കൂടുതൽ ഭാരമുള്ളതായി വരുന്നതായി എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് ഹെഗേമണി എന്ന വാക്ക്, അങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നതായി കാണുന്നത്. ഹെഗമണി എന്നൊക്കെ ഉച്ചരിക്കാറുണ്ട്. ഹെഗേമണി എന്ന് പറഞ്ഞാൽ അതിനെ എൻ്റെ സുഹൃത്ത് ടി കെ രാമേന്ദ്രൻ നെടുനായകത്വം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അധീശത്വം എന്ന വാക്ക് ഉപയോഗിക്കാം. പല രീതികളിലുള്ള അധീശത്വങ്ങളുടെ ഒരു സങ്കീർണ സമന്വയമാണ് ഹെഗേമണി എന്ന് പറയുന്നത്. അതിൽ രാഷ്ട്രീയമായ ആധിപത്യമുണ്ട്, പുരുഷാധിപത്യമുണ്ട്, ഈ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെ അംശങ്ങളുണ്ട്. ഇന്ത്യയിൽ അത് പറയുമ്പോൾ അതിൽ മതാധിപത്യവും ജാത്യാധിപത്യവും വർണ്ണാധിപത്യവും ഉണ്ട്. ഇവയെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള കമ്മ്യൂണിസത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അംബേദ്കർ അവഗണിച്ചുകൊണ്ട്, അയ്യങ്കാളിയെ അവഗണിച്ചുകൊണ്ട്, ആ രീതിയിലുള്ള ചിന്തകരെ വർണ്ണത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലുള്ള അസമത്വങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക പ്രയാസമാണ്. ഇത് ഞാൻ ഏതെങ്കിലും ഒരാളെ ഉയർത്താൻ വേണ്ടി പറയുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി അവരോട് യോജിക്കുന്നു എന്ന അർത്ഥത്തിലൊന്നുമല്ല പറയുന്നത്. പക്ഷെ അംബേദ്കറുടെ ഏറ്റവും പ്രധാനമായ ഒരു പ്രസ്താവം വർണ്ണവും ജാതിയും നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ജനാധിപത്യം സാധ്യമല്ല എന്നാണ്. അത് വല്ലാത്തൊരു വാചകമാണ്, തീവ്രമാണ്, കഠിനമാണ്, പക്ഷെ അത്ര തന്നെ അർത്ഥവത്വമാണ്. കാരണം നാം പ്രാഥമികമായ സമത്വത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ മനുഷ്യരെല്ലാം, നമുക്കറിയാം, യാദൃച്ഛികമായാണ് ഒരാൾ ഒരു കുടുംബത്തിൽ പിറക്കുന്നത്. അതിന് പിറകിൽ വലിയ പദ്ധതിയോ, നിങ്ങൾ വിധിയിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ വലിയ പദ്ധതി ഒന്നുമില്ല. ഏതോ ജാതിയിൽ പിറക്കുന്നു, അല്ലെങ്കിൽ ഏതോ വർണ്ണത്തിൽ പിറക്കുന്നു, അല്ലെങ്കിൽ ഏതോ മതത്തിൽ പിറക്കുകയല്ല, പിറന്നതിന് ശേഷമാണ് വാസ്തവത്തിൽ ഇതൊക്കെ ഈ മനുഷ്യർ വെറുതെ നിലവിളിച്ചിരുന്ന കുട്ടി അറിയാൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നത്. നമ്മൾ ഈ തരത്തിലുള്ള ഒരു എന്താ പറയുക, സ്ട്രക്ചറൽ ഇനെക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഘടനാപരമായ അസമത്വം, അത് നിലനിൽക്കുന്നിടത്ത് നാം എത്ര തരത്തിലുള്ള ജനാധിപത്യം നടപ്പിലാക്കിയാലും ഇലക്ഷൻ കമ്മീഷനൊക്കെ സത്യസന്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് വെറുതെ ഒരു നിമിഷം കരുതുക. അല്ലെ, ആ രീതിയിലായാൽ പോലും ആത്യന്തികമായി ഈ ജാതി വ്യവസ്ഥ, വർണ്ണവ്യവസ്ഥ നമ്മെ അസമരാക്കുന്നു. ആ അസമത്വം ഇന്നും ഞാൻ അതിലേക്ക് കിടക്കുക, അത് മറ്റൊരു വിഷയമായി പോകും. നമ്മുടെ നവോത്ഥാനത്തിന് എന്ത് പറ്റി മുതലായ വിഷയങ്ങളിലേക്ക് പോകേണ്ടി വരും. എങ്ങനെയാണ് ജാതി പുതിയ രീതികളിൽ തിരിച്ചു വരുന്നത്, എങ്ങനെയാണ് സാമുദായിക സംഘടനകളെ എല്ലാ കക്ഷികൾക്കും ആശ്രയിക്കുകയും അവരെ കെട്ടിപ്പിടിക്കുകയും അവരാണ് ഗുരുക്കന്മാരെക്കാൾ വലിയ ആളുകൾ അവരാണെന്ന് പറയുകയും ഒക്കെ വേണ്ടി വരുന്നത് മുതലായ ആലോചനകളിലേക്ക് നാം പോയി പോകും. പക്ഷേ വ്യക്തമായും ഈ ജാതി നിലനിൽക്കുന്നിടത്തോളം കാലം മതവിദ്വേഷം, മതങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയും, മതവിദ്വേഷം നിലനിൽക്കുന്നിടത്തോളം കാലം സമരുടേതായ ഒരു രാഷ്ട്രം, സമത്വത്തിൻ്റെതായ ജനാധിപത്യത്തിൻ്റെതായ ഒരു രാഷ്ട്രം നിർമ്മിക്കുക സാധ്യമല്ല. ഈ രീതിയിലുള്ള ഒരു കണ്ടെത്തലാണ്. എന്തിലും രാഷ്ട്രീയമുണ്ടെന്നും ഈ പലതരം രാഷ്ട്രീയങ്ങളുടെ, ഞാൻ പറഞ്ഞ പോലെ ഒരു സങ്കീർണ സമന്വയമാണ് ആ നെടുനായകത്വം, ആരാണ് സമൂഹത്തിൽ വിളങ്ങുന്നത്, അധിപരായി വിളങ്ങുന്നത് എന്ന് കാണിക്കുന്നതെന്നും ഉള്ള ആ തിരിച്ചറിവാണ് ഒരുപക്ഷെ ഈ ലൂയി അരഗങ്ങിൻ്റെ ഈ രാഷ്ട്രീയതയെക്കുറിച്ചുള്ള കഥ കാണിക്കുന്നത്. ഞാനിങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമോ. ഒരു മൂന്നാമത്തെ ഒരു കഥ കൂടി, അത് ഈസപ്പ് കഥകളിലുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഈസപ്പ് കഥകളും പഞ്ചതന്ത്രവും ഒക്കെ തമ്മിൽ പ്രത്യേക ബന്ധമുണ്ട്. അത് എങ്ങോട്ട് സഞ്ചരിച്ചു എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും ചരിത്രകാരന്മാർക്ക് പൂർണ്ണമായിട്ടും വ്യക്തമല്ല. അപ്പോൾ ഈസപ്പ് കഥകളിലെ ഒരു കഥ കുതിരയും മാനും തമ്മിലുള്ളൊരു മത്സരത്തിൻ്റെ കഥയാണ്. നിങ്ങൾക്കറിയാം, രണ്ടുപേരും വലിയ വേഗമുള്ള മൃഗങ്ങളാണ്. വേഗം ഓടുകയും ചാടുകയും മുന്നിലെത്തുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന മൃഗങ്ങളാണ്. ഒരുപക്ഷെ മനുഷ്യരെക്കാൾ വേഗം മുന്നിലേക്ക് എത്താൻ ശ്രമിക്കുന്ന മൃഗങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം കുതിര ഒരു മനുഷ്യനോട്, തൻ്റെ മുകളിൽ സവാരി ചെയ്യുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് ആ മാനിനെ ജയിക്കണം,
ആ മാനിൻ്റെ വേഗം എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് എത്ര ശ്രമിച്ചിട്ടും മാനിനോട് ഒപ്പം എത്താൻ കഴിയുന്നില്ല. കുതിരക്കാരൻ പറഞ്ഞു, അതൊരു പ്രയാസമുള്ള കാര്യമേ അല്ല, നീ ഒരു ചെറിയ കാര്യം ചെയ്യണം, ഒരു ജീനിയും കടിഞ്ഞാണും ധരിക്കാൻ നീ തയ്യാറായാൽ ഞാൻ നിന്നെ മാനിനേക്കാൾ മുമ്പിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അയാൾ കുതിര സമ്മതിച്ചു. കുതിരയുടെ ആസന്നമായ ആഗ്രഹം എങ്ങനെയെങ്കിലും മാനിനെ ജയിക്കുക എന്നാണ്. അപ്പോൾ കുതിര സമ്മതിച്ചു. അയാൾ കയറിയിരുന്നു, മാനിനെ ജയിച്ചു. കുതിരയ്ക്ക് വലിയ സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ കുതിര ചോദിച്ചു, ഇനി ഈ ജീനിയും കടിഞ്ഞാണും ഒക്കെ അഴിച്ചു കളഞ്ഞൂടെ? അപ്പോൾ കുതിരക്കാരൻ പറഞ്ഞു, അതവിടെ കിടക്കട്ടെ. ഇതാണ് മറ്റൊരു കഥ. ഈ കഥകളുടെ ഒന്നും ധ്വനികളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയേണ്ടതില്ല. നമ്മെ പലതരത്തിലുള്ള അച്ചടക്കങ്ങളിലൂടെയും അടിമത്തങ്ങളിലൂടെയും അവകാശ നിഷേധങ്ങളിലെയും കടന്നുപോയി എവിടെയോ വിജയമുണ്ടെന്ന്, എവിടെയോ ജനാധിപത്യമുണ്ടെന്ന്, എവിടെയോ സ്വാതന്ത്ര്യമുണ്ടെന്ന്, എവിടെയോ വിമോചനമുണ്ടെന്ന് നമ്മെ വിശ്വസിപ്പിച്ച് നമ്മയെല്ലാം മൂടിക്കെട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഒരു ഭരണകൂടത്തിൻ്റെ കാലത്ത് ആണ് നാം ജീവിച്ചിരിക്കുന്നത്. നാം ജയിക്കുന്നുമില്ല, ഒരിക്കലും ഈ കടിഞ്ഞാണും ജീനിയും നമ്മുടെ ദേഹത്ത് നിന്ന് പോകുന്നുമില്ല. നിത്യമായ അടിമത്തത്തിന് വിധിക്കപ്പെട്ടവർ എന്ന പോലെ, അത് താൽക്കാലികമാണെന്ന് പ്രത്യാശയുള്ളപ്പോൾ പോലും എന്ന പോലെ ജീവിക്കേണ്ടി വരിക ഒരുപക്ഷെ മനുഷ്യാവസ്ഥയുടെ തന്നെ, മനുഷ്യൻ്റെ പ്രാഥമികമായ മനുഷ്യനായിരിക്കുക എന്ന അവകാശത്തിൻ്റെ നിഷേധം ആണ് എന്ന് പറയുക വയ്യ. അപ്പോൾ ഈ മൂന്ന് കഥകളിലൂടെ അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങളിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ശക്തിപ്രയോഗത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യവസ്ഥയെയാണ് നാം പ്രാഥമികമായും ഫാഷിസം എന്ന് വിളിക്കുന്നത്. അതിന് അനേകം നിർവചനങ്ങളുണ്ട്, അനേകം വിശേഷണങ്ങളുണ്ട്. ഹന്നാ അരൻഡ് മുതൽ നോം ചോംസ്കി വരെയുള്ള ആളുകൾ അതിനെ പല രീതികളിൽ നിർവചിച്ചിട്ടുണ്ട്. എന്നാൽ പ്രാഥമികമായും അത് ശക്തിപ്രയോഗത്തിലൂടെ നടപ്പിൽ വരുത്തുന്ന ഒരു വ്യവസ്ഥയാണ് എന്ന് പറയാം. അത് നടപ്പിലാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭയം എന്ന വികാരം ജനങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടാണ്. എപ്പോഴാണ് തനിക്കെതിരെ നിയമം പ്രയോഗിക്കപ്പെടുക, അല്ലെങ്കിൽ എപ്പോഴാണ് തനിക്കു വേണ്ടി തന്നെ തടവിലാക്കുന്നതിന് വേണ്ടി, തന്നെ കൊല്ലുന്നതിന് വേണ്ടി നിയമം എടുത്തു മാറ്റപ്പെടുക എന്ന് അറിയാത്ത രീതിയിലുള്ള അവിരാമവും നിരന്തരവുമായ ഭയത്തിൻ്റെ ഒരു മാനസികാവസ്ഥയെയാണ് ആത്യന്തികമായി നാം ഒരു ഫാസിസത്തിൻ്റെ കാലത്തുണ്ടാകുന്ന മനുഷ്യരുടെ മുഴുവൻ തന്നെ മാനസികാവസ്ഥ. ഈ പേടിയിലൂടെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, അത് ജനാധിപത്യത്തിലും സാധ്യമാണ് എന്ന് ഇപ്പോൾ മാത്രമല്ല തെളിയുന്നത്. ഞാൻ വീണ്ടും നിങ്ങൾക്കറിയാം മുസോലിനിയുടെയൊക്കെ കഥ. മുസോലിനിയെ വിളിച്ചു കൊണ്ടുവന്നതാണ് ഈ കരിങ്കുപ്പായക്കാരെ അമർച്ച ചെയ്യാൻ വേണ്ടി. അദ്ദേഹം തന്നെ വന്നതൊരു കരിങ്കുപ്പായമിട്ടാണ്. എന്നിട്ട് അവർ കരിങ്കുപ്പായക്കാരുടെ നേതാവായി മാറി വളരെ പെട്ടെന്ന് തന്നെ വോട്ടിൻ്റെ ശതമാനം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 100% വോട്ടുണ്ടായിരുന്നയാൾ വളരെ പെട്ടെന്ന് തന്നെ ഏകാധിപതിയായി സ്വയം പ്രഖ്യാപിക്കുകയും ഇറ്റലിയുടെ മുഴുവൻ തന്നെ ഭരണാധികാരിയായി മാറുകയും ചെയ്യും. ഫാസിസ്റ്റുകളൊക്കെ അധികാരത്തിൽ വന്നിട്ടുള്ളത് വിചിത്രമായി തോന്നാമെങ്കിലും സോക്കോൾഡ് ജനാധിപത്യത്തിലൂടെ ആണ്. അത് എല്ലാവരെയും തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. തിരഞ്ഞെടുത്തു കാരണം അവർ ശക്തരായിരുന്നു, അവർ വലിയ നെഞ്ചുള്ളവരായിരുന്നു, അവർ എല്ലാ ദിവസവും ജനങ്ങളുമായി ഉറക്കെ അവരുടേത് എന്ന് തോന്നിക്കുന്ന ഭാഷയിൽ സംസാരിക്കാൻ കെൽപ്പുള്ളവരായിരുന്നു. അവർക്ക് മനുഷ്യർക്ക് ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത നുണകൾ നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനും കഴിയുമായിരുന്നു. അതിൽ വീണുപോയ സാധാരണ മനുഷ്യർ തന്നെയാണ് ആദ്യം അവരെ തിരഞ്ഞെടുക്കുകയും പിന്നെ പശ്ചാത്തപിക്കുകയും അവരെ കൊല്ലുകയോ അവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയും ഉണ്ടായത്. അപ്പോൾ ഈ ആധിപത്യത്തിന് പിറകിൽ ആത്യന്തികം ഞാൻ പറഞ്ഞതുപോലെ
ജനാധിപത്യത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ അഥവാ ജനാധിപത്യപരമായ അധികാരത്തിൻ്റെ ഒരു ദുരുപയോഗം ആണ് ഈ തരത്തിലുള്ള അധികാരികളുടെ മുഴുവൻ തന്നെ തിരഞ്ഞെടുപ്പിന് പിറകിലുണ്ടായിരുന്നത് എന്ന് നമുക്ക് വളരെ അനായാസമായി തന്നെ അറിയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയേണ്ടതില്ല, ഒരു ഹിന്ദുത്വാനുകൂലമായ നിയോലിബറൽ ആയ കോർപ്പറേറ്റ് താല്പര്യങ്ങളാൽ അതിനെപ്പറ്റി വിശദമായി സംസാരിക്കുന്നുണ്ട്. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ഒരു ഭരണം, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ഒരു വിചിത്രമായ ഇരുണ്ട സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ഈ തരത്തിലുള്ളൊരു ഭരണം സാധ്യമായത്. ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുക, നമുക്കറിയാം അതിൻ്റെ പ്രതീകങ്ങൾ എന്ന പോലെ അദാനിയും അംബാനിയും, അങ്ങനെ വലിയതും ചെറിയതുമായ അദാനിമാരെയും അംബാനിമാരെയും നിരന്തരമായി സഹായിക്കുക. അത് ഇൻഷുറൻസ് പണമെടുത്തായാലും ശരി, ജനങ്ങളുടെ നികുതി എടുത്തായാലും ശരി, ഈ വലിയ പണക്കാരെ വലിയ കടങ്ങളിൽ നിന്ന് വളരെ അനായാസമായി രക്ഷപ്പെടുത്തുക, അവർക്ക് പുതിയ പുതിയ പദ്ധതികൾ തുറന്നു കൊടുക്കുക, അവർക്ക് തുറമുഖങ്ങൾ ആരംഭിക്കാനോ അവർക്ക് പദ്ധതികൾ ആരംഭിക്കാനോ ഫാക്ടറികൾ തുടങ്ങാനോ ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണ് കോർപ്പറേറ്റ് അനുകൂലമായ ഒരു സാമ്പത്തിക അവസ്ഥയുടെ പ്രാഥമികമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ പോലെ അറിയാവുന്നതുപോലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതി എന്ന 1914 ഹിന്ദു മഹാസഭ സ്വപ്നം കണ്ടിരുന്ന സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടിയാണ്. ഭയപ്പെടേണ്ട, 100 വർഷമേ എടുത്തുള്ളൂ അവർ അധികാരത്തിൽ എത്താൻ. ആ 100 വർഷത്തിൽ ഓരോ നിമിഷവും അവർ പ്രവർത്തിക്കുകയായിരുന്നു. ഓരോ നിമിഷവും എങ്ങനെയാണ് ഒരു ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കുക എന്ന് അവർ ആലോചിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ, തങ്ങളുടെ നേതാക്കളിലൂടെ, തങ്ങളുടെ സവിശേഷമായ നയതന്ത്രങ്ങളിലൂടെ, തങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരിലൂടെ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ആയിരുന്നു. ഒരു നൂറ്റാണ്ട് ഈ മതേതരമായ ഒരു ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഒരു നൂറ്റാണ്ട് ഒരു നീണ്ട സമയമാണ് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അവർ വേഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നിശ്ചയമായും മനസ്സിലാകും. അപ്പം നമ്മൾ എന്താണ് തങ്ങളുടെ ഭരണത്തിൻ്റെ അടിത്തറയായി ഈ ഹിന്ദുത്വവാദികൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം, അതിൻ്റെ മൂലക്കല്ലുകൾ ഏതെല്ലാമാണ്? ഒന്ന്, ഹിന്ദു എന്ന മതം. ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ എനിക്ക് തോന്നുന്നു നാം വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടത് ഉണ്ട് എന്ന്. ഈ മാരക സഖ്യത്തിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് നാം നിശ്ചയമായും പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഹിന്ദു എന്ന പദത്തിൻ്റെ അർത്ഥം നാം അന്വേഷിക്കേണ്ടി വരുന്നത്. ഇതിനകം അതിൽ പലർക്കും അറിയാവുന്നതാണ്, ഹിന്ദു എന്ന പേരിലൊരു മതം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. പുറത്തു നിന്ന് വന്ന ആളുകൾ, ഇന്ത്യയിലുള്ള ആളുകളെ വിളിക്കാൻ ഉപയോഗിച്ചൊരു വാക്ക് മാത്രമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന അനേകം ജാതികളും അനേക തരത്തിലുള്ള വർണ്ണങ്ങളും ഇത് മനസ്സിലാക്കാൻ പോലും പുറത്തു നിന്ന് വന്ന ആളുകൾക്ക് പ്രയാസമായിരുന്നു. മിക്കവരും ഏകമത രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഇന്ത്യക്കാരെ മുഴുവൻ, സിന്ധുവിൻ്റെ തീരത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളെ മുഴുവൻ വിളിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു പദമായിരുന്നു അൽ ഹിന്ദോസ് എന്നത്, അല്ലെങ്കിൽ ഹിന്ദു എന്നത്. അറബുകൾ ഉൾപ്പെടെ എല്ലാവരും ഇന്ത്യയിലെ ഈ മനുഷ്യരെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചു. ഒരു തരത്തിലും സെമിറ്റിക് മതങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന തരത്തിലുള്ളൊരു മതം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ഇന്ന് ക്രിസ്തുമതവും ഇസ്ലാം മതവും എല്ലാം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ബുദ്ധമതവും ജൈനമതവും പാഴ്സി മതവും എല്ലാം ചെറിയ തോതിലെങ്കിലും ഉണ്ടെങ്കിലും, ആ രീതിയിലുള്ള ഒരു മതം, ഒരു പ്രവാചകനുള്ള, ഒരു പുസ്തകമുള്ള, ചില പ്രാഥമികമായ ആശയങ്ങളുള്ള ഒരു മതം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ നിർമ്മിക്കേണ്ടിയിരുന്നു, ഇൻവെൻറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അത് നിർമ്മിക്കേണ്ടിയിരുന്നു. അതാണ് ഹിന്ദു മഹാസഭ ക്രമേണ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു മതത്തെ നിർമ്മിച്ചെടുക്കണം. അപ്പോൾ ഒരു പ്രവാചകൻ വേണം. ആരായിരിക്കാം പ്രവാചകൻ? കൃഷ്ണൻ.
രാമനുണ്ടായാലും കുഴപ്പമില്ല, രാമകൃഷ്ണൻ്റെ തന്നെ, വിഷ്ണുവിൻ്റെ അവതാരമാണ് രണ്ടുപേരും. അപ്പോൾ കൃഷ്ണൻ പ്രവാചകനായി മാറുന്നു. ഒരു തത്വചിന്തകളെ സമന്വയിക്കുന്ന പുസ്തകമായ ഗീത ഒരു ഗ്രന്ഥം, പുണ്യ ഗ്രന്ഥമായി മാറും. സമന്വയിക്കുന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, അതിൽ അനേകം യോഗങ്ങളും ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനേകം ചിന്താ പദ്ധതികളുടെ സംക്ഷേപങ്ങൾ അതിലുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ അത് വായിക്കുകയും ചെയ്യാം. അത് ഗോൾവാൾക്കർ വായിച്ച ഗീതയല്ല ഗാന്ധി വായിച്ചത് എന്നും നമുക്കറിയാം. അപ്പോൾ അതിൽ പല അധ്യായങ്ങളുള്ളത് കൊണ്ട്, പല തത്വചിന്തകളുള്ളത് കൊണ്ട് പല രീതികളിൽ വായിക്കാനും വ്യാഖ്യാനിക്കാനും കഴിയുന്ന ഗീത. അപ്പോൾ ഗീത അങ്ങനൊരു പുസ്തകം ആയി മാറി. മറ്റ് സങ്കല്പങ്ങൾ, പുണ്യവും പാപവും നരകവും സ്വർഗവും മുതലായ അനേകം സങ്കല്പങ്ങൾ പിന്നീട് വന്നു ചേർന്നു. അതിൻ്റെ ഭാഗമായി ഈ വർണ്ണമെന്ന സങ്കല്പവും അതിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ആധിപത്യവും കൂടി വന്നു ചേർന്നു. അങ്ങനെ ഹിന്ദു എന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു മതമായി ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതു മതം മാറിയതിൻ്റെ കഥ കൂടിയാണ് ഹിന്ദു എന്ന വാക്കിൻ്റെ ഉത്ഭവത്തിൻ്റെയും വളർച്ചയുടെയും അതിൻ്റെ അർത്ഥത്തിൻ്റെ പടർച്ചയുടെയും മുഴുവൻ തന്നെ കഥ എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം ആര്യവംശത്തിൻ്റെ മഹത്വമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇത് ഹിറ്റ്ലറുടെയും കൂടി അവകാശവാദമായിരുന്നു. ഹിറ്റ്ലർ നടത്തിയ വലിയ വംശഹത്യയ്ക്കുള്ള ന്യായീകരണമായിരുന്നു. അനാര്യരെയാണ് കൊന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം നടത്തിയ കൊലപാതകങ്ങളെ മുഴുവൻ തന്നെ, അദ്ദേഹം എന്ന് പറയണോ, ന്യായീകരിച്ചത്. ചില വാക്കുകൾ നമ്മൾ വയസ്സുകൊണ്ടും പഴക്കം കൊണ്ടും നമ്മൾ അയാളൊക്കെ അദ്ദേഹമായി മാറിപ്പോകാറുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അതേ അവകാശവാദമാണ് ഇന്നത്തെ ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ പ്രാഥമികമായും ആര്യന്മാരുടെ ഒരു നാടാണ്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചരിത്രകാരന്മാർ, അത് ടോണി ജോസഫ് ആവട്ടെ, അല്ലെങ്കിൽ റോമില താപ്പർ ആകട്ടെ, കൈഫ്രീസ് ആകട്ടെ, ജയമേനോനാകട്ടെ, ഒരുപാട് ആളുകൾ, അനേകം പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഹു ആർ ദ ഇന്ത്യൻസ് എന്നുള്ള പുസ്തകം, ഏർലി ഇന്ത്യൻസ് എന്നുള്ള പുസ്തകം, റോമില താപ്പർ ആര്യൻസ് എന്നുള്ള പുസ്തകം. ഇതിലെല്ലാവരും അവർ പറയുന്ന പ്രധാനമായ കാര്യം, ആര്യൻ എന്ന് പറയുന്ന ഒരു റേസ് എന്നുള്ള പറഞ്ഞാൽ വംശം ഇല്ല എന്ന് തന്നെയാണ്. വെറുതെ പറയുകയല്ല, അനേകം ആർക്കിയോളജിക്കലായിട്ടുള്ള തെളിവുകളോടുകൂടി അവരത് വളരെ പ്രത്യക്ഷമായി തന്നെ പറയുന്നുണ്ട്. ആര്യവംശം എന്നൊന്നില്ല എന്നു മാത്രമല്ല, ഏറ്റവും അവസാനം ഇന്ത്യയിലെത്തിയ ആളുകളെയാണ് ആര്യൻസ് എന്ന് പറയുന്നത്. 65,000 മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മുടെ പ്രപിതാമഹർ. അതിനും വളരെ കാലം കഴിഞ്ഞ് വന്ന മെഡിറ്ററേനിയൻ പ്രദേശത്ത് നിന്ന് വന്ന ആളുകളും ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളും ചേർന്ന വംശങ്ങളാണ് പിന്നീട് വന്നത്. പിന്നീട് ദ്രാവിഡരെന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയ ആളുകളുടെ ഒരു വലിയ വിഭാഗം ഈ രണ്ട് വംശങ്ങളും ചേർന്നുണ്ടായതാണ്. പിന്നീട് അവസാനം വന്നിട്ടുള്ള സാഗരോ കർഷകരും ആയിട്ട് വന്നിട്ടുള്ള ഈ മധ്യേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിഭാഗത്തെയാണ് ആര്യന്മാർ എന്ന് വിളിക്കുന്നത്. പക്ഷെ അത് അവർ സ്വയം ആര്യന്മാരെന്ന് വിളിച്ചിരുന്നില്ല. ഭാഷയിൽ ഒരു കുടുംബമുണ്ട്, ഇൻഡോ ആര്യൻ കുടുംബം, അതിൽപ്പെട്ടതാണ് സംസ്കൃതം. ഭാഷാശാസ്ത്രജ്ഞർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുപോലെ സംസ്കൃതവും ജർമ്മനുമൊക്കെ ആയിട്ടുള്ള ഞാനും ഈ പഴയ ഓൾഡ് ഇംഗ്ലീഷ് ആയിരുന്നു എൻ്റെ പ്രത്യേക വിഷയം, അതുകൊണ്ട് പ്രത്യേകം പഠിച്ചിട്ടുള്ള കാര്യമാണിത്. ഈ പഴയ പല വാക്കുകളും ജർമ്മൻ വാക്കുകളും പിന്നീട് അത് ചിലതൊക്കെ ഇംഗ്ലീഷ് വാക്കുകളായി മാറി സംസ്കൃത വാക്കുകളുമായിട്ട് വളരെ അടുപ്പമുള്ള വാക്കുകളാണ് ഇന്നത്തെ സംസ്കൃത വാക്കുകളുമായി. കാരണം അത് ഒരൊറ്റ കുടുംബത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഇവ എന്നത്. അവയെ ഒരു ഭാഷാ കുടുംബം എന്ന നിലയ്ക്ക് ഇൻഡോ ആര്യൻ കുടുംബം എന്ന് പറയുന്നു. പക്ഷെ അതേസമയം ആര്യന്മാരെന്ന് പറയുന്ന ഒരു നമ്മൾ എത്നിക് സെൻസിൽ, അതായത് വംശാർത്ഥത്തിൽ ആ തരത്തിലുള്ള ആര്യന്മാരെന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു വംശം നിലനിൽക്കുന്നതേ ഇല്ല. അതുകൊണ്ട് ആരാണ് ആര്യന്മാരെന്ന് ഇന്ന് അന്വേഷിക്കാനും വളരെ വളരെ വിഷമാണ്. വാസ്തവത്തിൽ ഈ കേരള ലിറ്റററി ഫെസ്റ്റിവൽ കോഴിക്കോട് നടക്കുമ്പോൾ ഒരിക്കൽ ഞാൻ പറയും, നമുക്ക് ഒരു ടെസ്റ്റിങ്ങിനുള്ള DNA ടെസ്റ്റിനുള്ളൊരു ഏർപ്പാട് അവിടെ ചെയ്യാം. കുറച്ച് പൈസ കൊടുത്താൽ മതി, DNA ടെസ്റ്റ് ചെയ്യാൻ. ഒരുപാട് പേര് ചെയ്തു. അപ്പോൾ മനസ്സിലായി നമ്മുടെ രക്തത്തിൽ
ആഫ്രിക്കൻ രക്തം, ആഫ്രിക്കക്കാരുടെ രക്തമുണ്ട്, പിന്നീട് വന്ന ആളുകളുടെ രക്തമുണ്ട്, ഇറാനിയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ രക്തമുണ്ട്, ഈ ഇവിടെ ആദ്യം മുതലേ താമസിച്ചിരുന്ന ആദിവാസികളുടെ രക്തമുണ്ട്. ഒരൊറ്റ ഇന്ത്യക്കാരനും ഒരു തരത്തിലുള്ള വംശശുദ്ധിയും അവകാശപ്പെടാൻ പാടില്ല. ഈ ശുദ്ധിവാദങ്ങളെ ഞാൻ ശുദ്ധിക്ക് വേണ്ടി ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശുദ്ധിവാദങ്ങളെ വളരെ സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എല്ലാ ഫാസിസത്തിൻ്റെയും അടിയിൽ ഈ തരത്തിലുള്ള വിശുദ്ധിവാദങ്ങൾ ഉണ്ട്. വിശുദ്ധിയാവാം, മതവിശുദ്ധിയാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിശുദ്ധിയാവാം. ഈ ശുദ്ധിവാദങ്ങളും പൂർണ്ണതാവാദങ്ങളും ഇത് രണ്ടും വളരെ കുഴപ്പം പിടിച്ചതാണ്. മനുഷ്യർ അപൂർണരായിരിക്കണം, മനുഷ്യർ അശുദ്ധരായിരിക്കണം എന്ന ഒരു സംശയവും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ശുദ്ധിവാദത്തിലൂടെയാണ്, നിലനിൽക്കാത്ത ഒരു പരീക്ഷണത്തെയും അതിജീവിക്കാൻ ഇടയില്ലാത്ത ഒരു ശുദ്ധിവാദത്തിലൂടെയാണ് ഈ ആര്യവംശം സൃഷ്ടിക്കപ്പെട്ടതും ആര്യവംശജരാണ് ഇന്ത്യയിൽ ഉള്ളതെന്നും ഇന്ത്യയിലെ പ്രാഥമികത്വം, വംശപ്രാഥമികത്വം അവർക്കാണെന്നും ഉള്ള പ്രചാരണം ഈ പാർട്ടികൾ, ഹിന്ദുത്വ കക്ഷികൾ നടത്തി പോന്നിട്ടുള്ളത്. ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും ഹിന്ദിയാണത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദു, ആര്യൻ, ഹിന്ദി എന്നുള്ളതാണ് മൂന്ന് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഹിന്ദി എന്ന മുദ്രാവാക്യം വിന്ധ്യൻ കടന്നാൽ അവർ പറയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രാഥമികമായും ഹിന്ദിയാണ് ഇന്ത്യക്കാരുടെ ഭാഷ എന്ന് വിചാരിക്കുന്നുണ്ട്. ഹിന്ദി എന്നൊരു ഭാഷയുണ്ടോ? ഹിന്ദു ഇല്ല, ആര്യനില്ല, ഹിന്ദി എന്നൊരു ഭാഷയുണ്ടോ? വടക്കിന്ത്യയിൽ വളരെ കാലം ജീവിക്കുകയും സഞ്ചരിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്കറിയാം. കാശിയിൽ പോയാൽ അവർ പറയും, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്താ? ബനാറസി. ബീഹാറിൽ പോയി ചോദിക്കും, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്താ? അത് ബീഹാറി. ഉത്തരാഖണ്ഡിൽ പോയാൽ അല്ലെങ്കിൽ അവർ പറയും ഉത്തരാഖണ്ഡിയാണെന്ന്. അല്ലെങ്കിൽ ബുന്ദേൽഖണ്ഡ്, അവർ പറയും ബുന്ദേൽഖണ്ഡി ആണ് എന്ന് അവരുടെ ഭാഷ എന്ന്. എന്തിന്? രാജസ്ഥാനി എന്ന വളരെ വ്യത്യസ്തമായ ഭാഷയെപ്പോലും വിശാല ഹിന്ദിയുടെ ഭാഗമാക്കിക്കൊണ്ടാണ് ഹിന്ദി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാഷയാവുകയും നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ അറിവില്ലാത്ത അധ്യാപകർ എന്ന് പറയാൻ പാടില്ല, പക്ഷേ അന്ന് വേണ്ടത്ര അന്വേഷിച്ചിട്ടില്ലാത്ത അധ്യാപകർ ഹിന്ദിയാണ് നമ്മുടെ രാഷ്ട്രഭാഷ എന്ന് പഠിപ്പിച്ചതും. വാസ്തവത്തിൽ ഹിന്ദി നമ്മുടെ ഭരണഘടന പ്രകാരം പോലും നമ്മുടെ രാജ്യഭാഷ ആണ്. രാജ്യഭാഷ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നാണ് അർത്ഥം. ഹിന്ദിയും ഇംഗ്ലീഷും ഒഫീഷ്യൽ ലാംഗ്വേജസായി ഭരണഘടന അംഗീകരിക്കുന്നുണ്ട്. ഹിന്ദി മാത്രമല്ല, ഹിന്ദിയും ഇംഗ്ലീഷും. പക്ഷേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന വാക്ക് രാഷ്ട്രഭാഷ എന്ന് പറഞ്ഞാൽ നാഷണൽ ലാംഗ്വേജ് എന്നാണ്. അങ്ങനെ ഒരു ഭാഷയില്ല. നമുക്ക് അനേകം ഭാഷകളുണ്ട്, അംഗീകരിക്കപ്പെട്ട 23 ഭാഷകളും അത് കൂടാതെ അനേകം ഭാഷകളും ഇന്ത്യയിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 600 ഭാഷകൾ ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. 1800 ഭാഷകൾ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. പല ഭാഷകളും ഇല്ലാതായി. ചിലപ്പോഴൊക്കെ ഒരാൾ മരിക്കുമ്പോൾ, സമീപകാലത്ത് ആൻഡമാൻസിൽ ഒരു സ്ത്രീ മരിച്ചതോടെ ഒരു ഭാഷയും മരിച്ചു. അവരുടെ കൂട്ടർ സംസാരിച്ചിരുന്നൊരു ഭാഷ. അങ്ങനെ ഭാഷകൾ മരിക്കുന്നു, അപ്പോഴും അനേകം ഭാഷകൾ നിലനിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഷ ഇന്ത്യക്കാരുടെ മുഴുവൻ ഭാഷയാണ് എന്ന് സങ്കല്പിക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ പിന്നിൽ ഉള്ള ഏറ്റവും അപകടകരമായ കാര്യം, നാം സാധാരണ ഉപയോഗിച്ച് ഒരുപക്ഷെ ക്ലീശയായി മാറിയൊരു പദമുണ്ട്, ബഹുസ്വരത എന്ന്. പക്ഷേ ഇവിടെ ഞാനത് വളരെ കൃത്യമായ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ബഹുസ്വരതയെ ഇല്ലാതാക്കുക എന്നതാണ്. ഇന്ത്യ അനേകം ശബ്ദങ്ങളിൽ, അനേകം നാവുകൾ കൊണ്ട് സംസാരിക്കുന്ന, അനേകം രീതികളിൽ ചിന്തിക്കുന്ന, അനേകം രീതികളിൽ യാഥാർത്ഥ്യത്തെ സമീപിക്കുന്ന, ചരിത്രത്തെ സമീപിക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ വിശാലമായ രാഷ്ട്രമാണ്. അത് ഏതെങ്കിലും ഒരു മതത്തിനോ ഒരു ഭാഷയ്ക്കോ ഒരു വംശത്തിനോ അവകാശപ്പെട്ടതല്ല. ഇന്ത്യ എന്ന ആശയം നമ്മുടെ ചർച്ചയിൽ ആ ഒരു വിഷയമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ കോർ, അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഈ ബഹുത്വമാണ്. അനേകം കേരളത്തിൽ തന്നെ സഞ്ചരിച്ചാൽ മതി. ഞാൻ അക്കാദമിയിൽ വന്നിട്ട് ആദ്യം ചെയ്തൊരു കാര്യം ഒരു ബഹുഭാഷാ സമ്മേളനം നടത്തിയായിരുന്നു. ആളുകൾ ചോദിച്ചു, ബഹുഭാഷാ സമ്മേളനം കേരളത്തിലോ? മലയാളം കേരളീയരുടെ മാതൃഭാഷയല്ലേ?
അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അല്ലാതെ സംസാരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. തമിഴ് സംസാരിക്കുന്നവരുണ്ട്, കന്നഡ സംസാരിക്കുന്നവരുണ്ട്, തുളു സംസാരിക്കുന്നവരുണ്ട്, ബാര സംസാരിക്കുന്നവരുണ്ട്, അനേകം ഗോത്രഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഗോത്രഭാഷകളുടെ ഒരു നിഘണ്ടുക്കൾ ഇപ്പോൾ അക്കാദമി പുറത്തു കൊണ്ടുവരാൻ തീരുമാനിക്കും. ആദ്യത്തെ ഉടനെ തന്നെ പുറത്തിറങ്ങും ചെയ്യും. അപ്പം ഇങ്ങനെ അനേകം ഭാഷകൾ കേരളത്തിൽ പോലുമുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും അന്വേഷിച്ച് നോക്കുക എത്ര ഭാഷകൾ അവിടെ സംസാരിക്കപ്പെടുന്നുണ്ട് എന്ന്. പുറമേ കാണുന്ന ഭാഷകൾ മാത്രമല്ല, അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ നെടുവീർപ്പുകൾ നിറഞ്ഞ, കണ്ണീർ നിറഞ്ഞ, വേദന നിറഞ്ഞ ഭാഷകളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നാം അവയൊക്കെ അടിച്ചമർത്തി ഭൂരിപക്ഷത്തിൻ്റെ ഭാഷ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്ത് പോന്നിട്ടുള്ളത്. എന്നാൽ ഹിന്ദി ആ ഭൂരിപക്ഷത്തിൻ്റെ ഭാഷ പോലും അല്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ പ്രദേശത്തും അനേക തരത്തിലുള്ള ഭാഷകളാണ് സംസാരിക്കുന്നത്. അവയെ എല്ലാം ഹിന്ദിയുടെ രൂപങ്ങളാണ് എന്ന് പറഞ്ഞാണ് ഹിന്ദിയെ വലിയ ഭാഷയാക്കി. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ കൃത്യമായ കണക്ക് പ്രകാരം തെലുങ്കാണ്, ഹിന്ദി അല്ല. ഹിന്ദി സംസാരിക്കുന്ന ഒരു എന്താ പറയുന്നത്, മാനക ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ ഒരു ചെറിയ ഭൂരിപക്ഷമാണ്. അതിന് ഉള്ളിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം പറയാം, ഈ ഹിന്ദിയെ സംസ്കൃതവൽക്കരിക്കാനുള്ള ഒരു യത്നം ആദ്യം മുതലേ തന്നെ ഹിന്ദുത്വവാദികൾ നടത്തിപ്പോന്നിട്ടുണ്ട്. കാരണം ഹിന്ദി ഇത്രയും ശക്തമായ ഒരു ആവിഷ്കാര ഭാഷയായി മാറിയത് ഉറുദുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. പ്രേംചന്ദിനെ ഉറുദു സംസാരിക്കുന്ന ആളുകൾ ഒരു ഉറുദു എഴുത്തുകാരനായിട്ട് ആണ് കാണുന്നത്. ഗാന്ധി സംസാരിച്ചതും ഈ ഹിന്ദിയെക്കുറിച്ചല്ല, ഹിന്ദുസ്ഥാനി എന്ന പദമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഹിന്ദുസ്ഥാനി എന്ന് പറയുമ്പോൾ ഹിന്ദി അല്ല, ഹിന്ദിയും ഉറുദുവും കാരണം അദ്ദേഹം അതൊരു മതമൈത്രിയുടെ കൂടി, നമ്മൾ അതിൻ്റെ ഒരു വേദിയിലാണ് നിൽക്കുന്നത്, മതമൈത്രിയുടെ കൂടി പ്രതീകമായി കണ്ടു. ഈ സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഹിന്ദിയും ഉറുദുവും, അധികവും ഇസ്ലാം ജനത സംസാരിക്കുന്ന ഉറുദുവും വളരെ ഒന്നിച്ചു വരുന്നൊരു ഭാഷയാണ് നമുക്ക് വേണ്ടത് എന്ന് മതമൈത്രിയിൽ വിശ്വസിച്ചതുപോലെ തന്നെ അദ്ദേഹം കരുതുകയും അത് പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഉറുദു വാക്കുകളെ ക്രമേണ ഇല്ലാതാക്കാൻ ഉറുദുവൈസ് എന്നൊരു വാക്ക് സാധ്യമാണെങ്കിൽ അത് നിരുർദുവൽക്കരിക്കുക ഒരു വാക്കുണ്ടാക്കട്ടെ. അപ്പോൾ അങ്ങനെ ആക്കുകയും സംസ്കൃതവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഹിന്ദിയെ മാറ്റിയെടുക്കുകയും അത് ഹിന്ദുക്കളുടെ മാത്രം ഭാഷയാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇന്ത്യയെ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമാക്കി മാറ്റാനുള്ള ഭീകരമായൊരു ഗൂഢാലോചനയുടെ ഒരു ഭാഗം തന്നെയാണ് ഹിന്ദിയെ ഒരു സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഭാഷയായി മാറ്റാനുള്ള ഈ ശ്രമവും അതിൽ നിന്ന് ഉറുദു വാക്കുകൾ എടുത്തു കളയാനുള്ള ശ്രമവും. അപ്പോൾ ഹിന്ദു, ആര്യൻ, ഹിന്ദി, ഞാൻ അതിൻ്റെ ദീർഘചരിത്രത്തിൽ ഒന്നും പോയിട്ടില്ല. കാരണം ഹിന്ദു മഹാസഭയുടെ സ്ഥാപനം തൊട്ടുള്ള 1914 തൊട്ടുള്ള ചരിത്രങ്ങളുണ്ട്, RSSൻ്റെ സ്ഥാപനമുണ്ട്, എഡ്ഗവാറിൻ്റെ വരവുണ്ട്, സവർക്കർ വന്നതോടുകൂടി ഹിന്ദു മഹാസഭയ്ക്കൊരു ഒരു വർഗീയ ചായ്വ് വരുന്നുണ്ട്. അത് ആ ഭയമാണ് പിന്നീട് പാകിസ്ഥാൻ, ഇതൊന്നും ആളുകൾ വിശ്വസിക്കില്ല, മുസ്ലിങ്ങളാണ് പാകിസ്ഥാൻ സൃഷ്ടിച്ചതെന്നാണ് പൊതുവെയുള്ള വിശ്വാസം, അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസം. പക്ഷേ നമുക്ക് ചരിത്രം പഠിക്കുന്ന ആർക്കും അറിയാം, ഈ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങളും അവർ ആവർത്തിച്ചുള്ള മുദ്രാവാക്യവും സ്വതന്ത്ര ഇന്ത്യ ഹിന്ദുക്കളുടേതായിരിക്കും എന്നുള്ള ആവർത്തിച്ചുള്ള മുദ്രാവാക്യവും മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ഭയം സൃഷ്ടിച്ചു. സ്വതന്ത്ര ഇന്ത്യ നമ്മുടേതാവില്ലയോ എന്ന ഭയം. പക്ഷേ ആ ഭയം മാത്രമായിരുന്നില്ല കാരണം, അത് മുതലെടുക്കാൻ ഒരു തരത്തിലും മുസ്ലിം എന്ന് വിളിക്കാൻ കഴിയാത്ത ജിന്ന മുന്നോട്ട് വരികയും തൻ്റെ അധികാരമോഹത്തിന് വേണ്ടി ആ ചെറിയ മിക്കവാറും നിശബ്ദമായിരുന്ന പ്രതിഷേധത്തെ മുതലെടുക്കുകയും അതിൻ്റെ ഒരു മൈക്രോഫോൺ കൊടുത്ത് അതിന് ശബ്ദം വർദ്ധിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ആ ഭയത്തിൽ നിന്നാണ് ഇന്ത്യ വിഭജനത്തിൻ്റെ ആരംഭം. തീർച്ചയായും അത് പിന്നീട് വളരെ രക്തപങ്കിലമായ ലഹളകൾക്ക് കാരണമായ കാര്യമൊക്കെ നമുക്കറിയാം. നമ്മൾ നവഖലി മറന്നിട്ടില്ല, നമ്മൾ അഭയാർത്ഥി പ്രവാഹങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭയാർത്ഥി പ്രവാഹങ്ങൾ മറന്നിട്ടില്ല. അവരുടെ പിന്തുടർച്ചക്കാരിലേക്ക് കുത്തിവെക്കപ്പെട്ട ചരിത്രത്തിൻ്റെ സവിശേഷതകൾ ഒരുപക്ഷെ
നാം അറിഞ്ഞിട്ടില്ലെങ്കിൽ നാം അറിയേണ്ടതുണ്ട്. അവരോടൊക്കെ പറഞ്ഞത്, അവരുടെ പിതാക്കൾ പറഞ്ഞത്, ഞങ്ങൾ പാകിസ്ഥാനിൽ ഞങ്ങൾക്ക് ഓടിപ്പോരേണ്ടി വന്നു, ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ടി വന്നു, അതുകൊണ്ട് അവർ നമ്മുടെ ശത്രുക്കളാണ്. ഈ രണ്ട് ഭാഗത്തുമുണ്ട് ഈ ഈ വിദ്യാഭ്യാസം. നമ്മുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ക്രമേണ ഈ ഒരു അപരവൽക്കരണം, ഇസ്ലാമിൻ്റെ അപരവൽക്കരണം ഇവിടെയും മറ്റു മതങ്ങളുടെ അപരവൽക്കരണം പാകിസ്ഥാനിലും ഒരേപോലെ നടന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ അപരവൽക്കരണത്തെ ചെറുക്കണമെങ്കിൽ നാം ഇന്ത്യയുടെ ഒരു നമ്മൾ സിൻക്രറ്റിക് എന്ന് പറയും, അതായത് പല തരത്തിലുള്ള മതങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഉത്ഗ്രഥന പാരമ്പര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉത്ഗ്രഥനത്തിൻ്റെ പാരമ്പര്യം നാം വീണ്ടെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അത് അനേകം ഉദാഹരണങ്ങളുണ്ട്. ഗുരു നാനാക്കിൻ്റെ ഗ്രന്ഥസാഹിബ് നമുക്കറിയാവുന്നതുപോലെ എല്ലാ മതങ്ങളുടെയും ഉത്തമ തത്വങ്ങളെ സ്വാംശീകരിക്കുന്ന ഒന്നാണ്. പുസ്തകത്തെ ആരാധിക്കുന്ന ഒരുപക്ഷെ ഒരേ ഒരു മതമാണ്. പുസ്തകങ്ങളെല്ലാ മതങ്ങൾക്കും ഉണ്ടെങ്കിൽ പോലും പുസ്തകത്തെ ആരാധനാ പാത്രമാക്കുന്ന ഒരു മതമാണ് നാനാക്കിൻ്റെ മതം. എല്ലാ മതങ്ങളിലെയും സ്നേഹവും കാരുണ്യവും ദയയും എല്ലാ രീതിയിലുമുള്ള മൂല്യങ്ങളെ സ്വാംശീകരിക്കുന്ന ഒരു മതമാണ് നാനാക്ക് സൃഷ്ടിച്ചത്. അത്തരമൊരു മതം അക്ബർ സ്വപ്നം കണ്ടിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദീൻ ഇലാഹി എന്ന് പറയുന്ന കാരുണ്യത്തിൻ്റെതായ ഒരു മതം അക്ബറും സ്വപ്നം കാണുകയെങ്കിലും ചെയ്തിരുന്നു. ഞാൻ ദർഗകളിൽ ധാരാളമായി പോകുന്നു. ഞാൻ ദർഗകളിൽ ആരാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൂടെ, പക്ഷെ ധാരാളമായിട്ട് അവിടെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഈ ദർഗകളെല്ലാം സൂഫി സ്ഥലങ്ങളെല്ലാം, അത് ഷാ ഷെരീഫ് ആയാലും ശരി, അല്ലെങ്കിൽ ഡൽഹിയിലെ നിസാമുദ്ദീനായാലും ശരി, അവിടെയൊക്കെ ഈ ദർഗകളിൽ ആരാധിക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല, ആരാധിക്കുന്നവർ പോലും അതിൽ അവിടെ ഭണ്ഡാരത്തിൽ പണമിടുന്നവർ, അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പല മതങ്ങളിൽപ്പെട്ട ആളുകളാണ് ദർഗകളുടെ ആരാധകർ. അത് ഒരു ഉദാഹരണമാണ്. നമ്മുടെ എവിടെ നിന്ന് വേണമെങ്കിൽ ഉദാഹരണങ്ങൾ എടുക്കാം. കുച്ചിപ്പുടി എന്ന് പറയുന്ന നൃത്തം, അത് പ്രധാനമായും കൃഷ്ണനെ ചുറ്റിപ്പറ്റിയാണ്. നിങ്ങൾക്കറിയാം, കുച്ചിപ്പുടി നൃത്തങ്ങൾ മുതൽ കൃഷ്ണൻ്റെ ജീവിതവുമായിട്ടും കൃഷ്ണൻ്റെ രാധയുടെയും ജീവിതവുമായി ചുറ്റിപ്പറ്റി ഉള്ളതാണ്. അപ്പോൾ ആ കുച്ചിപ്പുടി എന്ന ഈ നൃത്തം വികസിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഗ്രാമം സ്ഥാപിച്ചത് ഇബ്രാഹിം കുത്തുബ് ഷാ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജാവാണ്. ഈ കുച്ചിപ്പുടിക്ക് ഏറ്റവും അധികം പ്രോത്സാഹനം നൽകിയത്. അതുപോലെ ഇമാം ഷാ ബാബ മസ്ജിദ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ മസ്ജിദ് കാക്കുന്നത് ഹിന്ദുക്കളായ പട്ടേൽമാരാണ്. അല്ലെങ്കിൽ ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. രാജസ്ഥാനിലെ ഗോർഗാമോഹി ക്ഷേത്രം. ഈ ഗോർഗാമോഹി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു മാർബിൾ ഫലകത്തിൽ അറബി അക്ഷരങ്ങളിൽ എന്തോ എഴുതി വച്ചിരിക്കുന്നത് കണ്ട് ഞാൻ അവിടെ ഒരു സന്ദർശകനോട് ചോദിച്ചു, എന്താണ് എഴുതി വച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് അറബി വായിക്കാൻ അറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാനത് വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, അള്ളാഹ്ക്ക് സ്തുതി എന്നാണ്. ക്ഷേത്രത്തിന് മുമ്പിൽ മാർബിളിൽ എഴുതി വെച്ചത്, അത് മുസ്ലിങ്ങൾ എഴുതി വെച്ചതല്ല, ആ ക്ഷേത്രം സ്ഥാപിച്ച ആളുകൾ തന്നെ എഴുതി വെച്ചൊരു കാര്യമാണ് അതിനു മുമ്പിൽ അള്ളാഹ്ക്ക് സ്തുതി എന്ന വാചകം. ഇത് തന്നെയാണ്. ഇത് ഇവിടെ നമുക്ക് ഗാന്ധിയിലേക്ക് പോകാം, സീതാരായണ ഗുരുവിലേക്ക് പോകാം. എല്ലാ മതവും ഒന്നാണെന്ന് പറഞ്ഞ അനേകം മഹത്തുക്കൾ, വലിയ മനുഷ്യരുണ്ടായിരുന്ന, ചിന്തകരുണ്ടായിരുന്ന ഒരു നാടാണിത്. നമ്മുടെ ഭക്തി സൂഫി പാരമ്പര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് കബീറിലേക്കോ നാനാക്കിലേക്കോ നാമദേവനിലേക്കോ തുക്കാറാമിലേക്കോ ഒക്കെ ഇവിടുന്ന് സഞ്ചരിക്കാം. കാരണം ഇവരെല്ലാവരും തന്നെ ആത്യന്തികമായി മതങ്ങളുടെ ഐക്യത്തെക്കുറിച്ച്, മതങ്ങളുടെ ഒരുമയെക്കുറിച്ച്, മതങ്ങളുടെ എല്ലാം പ്രഭവം ആത്യന്തികമായി മാനുഷിക മൂല്യങ്ങളാണ് എന്ന സത്യത്തെക്കുറിച്ച് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നവരാണ്. ഇന്നും കബീർ വായിക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നാറ്. അതുകൊണ്ട് ഞാൻ സാഹിത്യ തത്വങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ വയസ്സുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന പ്രധാനപ്പെട്ട സാഹിത്യ തത്വങ്ങളിലൊന്ന്, ഈ പല പ്രസ്ഥാനങ്ങളുടെ പേരിലൊക്കെ സാഹിത്യം അറിയപ്പെടുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഈ എല്ലാ കാലത്തെയും വലിയ എഴുത്തുകാർ എല്ലാ കാലത്തോടും സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് വായിക്കുമ്പോൾ ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ളത് എൻ്റെ ചോദ്യം കൂടിയായി മാറുന്നു. അല്ലെങ്കിൽ കബീറിൻ്റെ കവിത വായിക്കുമ്പോൾ നീ എന്തിനാണ് മെക്കയിലേക്ക് നോക്കി നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ കാശിയിലേക്ക് നോക്കി നമസ്കരിക്കുന്നത്, നീ തന്നെ പറയുന്നു ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന്. ഇങ്ങനെ കബീർ പറയുമ്പോൾ ഇത് കബീർ അക്കാലത്തിന് വേണ്ടി മാത്രം പറഞ്ഞതല്ല, എല്ലാ കാലത്തിനും വേണ്ടി പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള അനേകം വരികളും കവിതകളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ എൻ്റെ കോവിഡ് കാലം
ചെലവിട്ടത് നിങ്ങൾക്ക് ചിലർക്കറിയാം. ഭക്തി കവിതകളും സൂഫി കവിതകളും പരിഭാഷ ചെയ്തുകൊണ്ടാണ് 5 പുസ്തകങ്ങൾ. അപ്പോൾ അതിന് കാരണം നമ്മുടെ ഈ ആത്മീയം എന്ന് പറയുന്ന പാരമ്പര്യത്തിൽ തന്നെ ഈ മഹത്തായ സ്നേഹത്തിൻ്റെ, ഒരുമയുടെ, മൈത്രിയുടെ, കരുണയുടെ, ഉപേക്ഷയുടെ ഒക്കെയായ വലിയ ഒരു മൂല്യസമ്പത്ത് ഉണ്ട്. ആ മൂല്യത്തെ നമുക്ക് വീണ്ടെടുക്കാനായാൽ, മതങ്ങളെ നമുക്ക് ആചാരപരമായ മതങ്ങളിൽ നിന്ന്, ആചാരങ്ങൾ ഞാൻ വേണമെന്നോ വേണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതിനപ്പുറം എവിടെ നിന്നാണ് ഈ മതങ്ങൾ ഉണ്ടായത് എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മനുഷ്യരൊക്കെ ഒന്നാണ് എന്ന വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ്. ഒരു മതവും പറഞ്ഞിട്ടില്ല മറ്റ് മതങ്ങളിലുള്ളവരെല്ലാവരും നരകത്തിൽ പോകുമെന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചാലേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ എന്ന്. അവരെല്ലാവരും പറഞ്ഞത് ഇസ്ലാം പറയുന്നത് സാഹോദര്യത്തെക്കുറിച്ചാണ്. ബുദ്ധൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മൈത്രിയെയും കരുണയെയും ഉപേക്ഷയെയും മുദിതത്തെയും കുറിച്ചാണ്. ജൈനൻ പറയുന്നത് ഹിംസയില്ലാത്ത, സ്വപ്നം കാണുന്നത് ഹിംസയില്ലാത്ത ഒരു ലോകമാണ്. ഇങ്ങനെ ഏത് മതമെടുക്കും, ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തു മതം ചാരിറ്റിയെ ഏറ്റവും വലിയൊരു മൂല്യമായിട്ട് കാണുന്നു. മറ്റുള്ളവരെ സഹായിക്കുക എന്നത്, ദരിദ്രരെ സഹായിക്കുക എന്നത്, പാവപ്പെട്ട മുക്കുവരോടാണ് ആദ്യമായി ക്രിസ്തു സംസാരിക്കുന്നത്. ഇങ്ങനെ ഏത് മതത്തിൻ്റെയും അടിയിലേക്ക് നാം പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നത് മനുഷ്യ സ്നേഹമായിരുന്നുവെന്നും അവർ ചില മൂല്യങ്ങളെ സൃഷ്ടിക്കാനോ വീണ്ടെടുക്കാനോ ശ്രമിക്കുകയായിരുന്നുവെന്നും കാണാനും കഴിയും. ഇന്ത്യ നിലനിന്ന് പോകുന്ന, ഇത്രയും കാലം നിലനിന്ന് പോകുന്നത് ഈ മഹാഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ മതങ്ങളുടെ സംവാദങ്ങൾ അക്ബറൊക്കെ നേരിട്ട് സംഘടിപ്പിച്ചിരുന്ന ആളുകളാണെന്ന് അറിയാം. അക്ബറിൻ്റെ കോർട്ടിലാണ് എല്ലാ മതപണ്ഡിതരെയും പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും കൊണ്ടുവരികയും അവരെയൊക്കെ സംവാദങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ വളരെ കുട്ടിക്കാലത്ത് ഉപനിഷത്തുകൾ വായിച്ച ഒരാളാണ്. 19-20 വയസ്സ് കാലത്താണ് എല്ലാ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളും വായിക്കുന്നത്. അപ്പോൾ ഉപനിഷത്തുകൾ വായിക്കുമ്പോഴും ഇത്തരത്തിലൊരു തോന്നലാണ്. അതൊരു മതഗ്രന്ഥമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല, ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ തരത്തിലുള്ള ഒരു വാക്യം അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ നിർവചനം തന്നെ കേനോപനിഷത്തിലാണത്. ന തത്ര ചക്ഷുർഗച്ഛതീന വാഗ്ഗച്ഛതീന മന ന വിദ്മോ ന വിജാനീമോ യഥൈതദനുശിഷ്യാത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അറിയാൻ കഴിയില്ല, അതിനെ അറിയിക്കാൻ കഴിയില്ല, അതെന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിയില്ല, കണ്ണിന് അവിടെ എത്താൻ കഴിയില്ല, കാതിന് അവിടെ എത്താൻ കഴിയില്ല. ഈ രീതിയിലാണ് ബ്രഹ്മത്തെക്കുറിച്ച് നിർവചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മഹാപ്രപഞ്ചത്തിൻ്റെ അജ്ഞേയതയെക്കുറിച്ചുള്ള അഗാധമായൊരു വെളിപാടാണ് അത്തരമൊരു ശ്ലോകത്തിന് പിന്നിലുള്ളത്. എല്ലാം അറിയാൻ കഴിയുന്നതല്ല, ബ്രഹ്മത്തെപ്പോലും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ബ്രഹ്മാണ്ടമെന്ന് പലപ്പോഴും വിളിക്കപ്പെടാറുള്ള ഈ പ്രപഞ്ചത്തെയും മുഴുവനായി എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും നാം ഇപ്പോൾ തന്നെ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ, സൗരയൂഥത്തിൻ്റെ ഒരു ഭാഗത്തെ കണ്ടെത്തിയിട്ടുള്ളൂ. നമ്മൾ ജീവിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഏതോ മൂലയ്ക്കുള്ളൊരു കൊച്ചു ഗ്രഹത്തിൽ നമ്മൾ നാളെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വന്ന് നശിച്ചു പോകാനിടയുള്ള ഒരു വംശം. അപ്പോൾ അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോൾ അറിയാം ഇനി എത്ര ഗ്രഹങ്ങളിരിക്കുന്നു ഇവിടെ തന്നെ, അതുപോലെ എത്ര ഗോളങ്ങൾ, എത്ര ഗാലാക്സികളിരിക്കുന്നു. ഇതിനെ മുഴുവൻ നമുക്ക് എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് ആണ് വാസ്തവത്തിൽ അന്ധവിശ്വാസം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അജ്ഞേയതയെ, ഒരു വയസ്സം പറയുന്ന കൂട്ടിയാൽ മതി, പക്ഷേ കുറക്കാലം ജീവിച്ചൊരു മനുഷ്യൻ പറയുന്നതാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അജ്ഞേയതയെ നമുക്ക് അംഗീകരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ എല്ലാ കാലത്തും, ഒരു പക്ഷേ നമുക്ക് ഈ പ്രപഞ്ചത്തെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാനും കഴിയും എന്ന് വരില്ല. ഞാൻ പലപ്പോഴും ഈ ഭക്തി കവികളെ പറ്റിയൊക്കെ പറയുന്നത്, ഭക്തിയെ തന്നെ ഞാൻ നിർവചിക്കുന്നത് ഈ തരത്തിലാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഈ വലിപ്പത്തിൻ്റെ മുമ്പിലുള്ള വിനയം, അതാണ് അതിപ്പോൾ അതിനൊരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി കുമ്പിടുകയോ നമസ്കരിക്കുകയോ മണിയടിക്കുകയോ പൂജിക്കുകയോ ഒന്നും വേണ്ട. ഈ മഹാലോകത്തിൻ്റെ ഏതോ മൂലയ്ക്കലാണ് ഈ മനുഷ്യൻ ഇരിക്കുന്നത്. ആലപ്പാടിൻ്റെ കണ്ണീർത്തുള്ളിക്ക് പോലും ഉണ്ടായിരുന്ന ഈ അവയർനെസ്, ആ ഒരു ബോധം ഉണ്ടല്ലോ, ആ ബോധം എനിക്ക് തോന്നുന്നു വളരെ പ്രാഥമികമാണ് എന്ന്. ഞാനിവിടെ ഒരു മതപ്രസംഗം നടത്താൻ വന്നതല്ല, മതത്തിന് വേണ്ടിയുമല്ല ഞാൻ വാദിക്കുന്നത്. ഞാനൊരു കാലത്ത് മതത്തിൽ വിശ്വസിക്കുകയോ അമ്പലങ്ങളിൽ പോവുകയോ പള്ളികളിൽ പോവുകയോ ഒന്നും ചെയ്തില്ല, ആഘോഷങ്ങൾ പാട്ട് കേൾക്കാനൊക്കെ അല്ലാതെ. എന്നാൽ
പോവാറുമുണ്ട്. ഇരിഞ്ഞാലക്കുട ക്രിസ്ത്യൻ പള്ളിയിൽ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോവും. ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവത്തിൻ്റെ നക്ഷത്രം തൂക്കും. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പാട്ട് കച്ചേരി കേൾക്കാനോ കഥകളി കാണാനോ ഒക്കെ പോവും. അങ്ങനെ അല്ലാതെ ആരാധിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടില്ല എൻ്റെ ഒരു 5 വയസ്സിന് ശേഷം ഒരിക്കലും. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു വളരെ കൃത്യമായി തരംതിരിച്ചൊരു മതത്തിൽ വിശ്വസിച്ചുകൂടാന്നല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിശ്വാസം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ എന്തോ അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളൊരു എങ്ങനെ മതങ്ങൾ ഉണ്ടായി എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ തരത്തിലുള്ള ചില മൂല്യങ്ങൾ ഉണ്ടാക്കാനും മനുഷ്യരിൽ ആത്യന്തികമായൊരു ഹ്യൂമിലിറ്റി, ഒരു വിനയം ഉണ്ടാക്കാനും ഒക്കെ ആയിരിക്കണം ഈ മതപ്രവാചകർ ശ്രമിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ആലോചനകൾ നമ്മെ അതിലേക്കാണ് നമ്മുടെ ആലോചനകൾ എത്തിക്കുക. നമുക്കറിയാം അതുപോലെ ഒരു മതഗ്രന്ഥങ്ങളായി അറിയപ്പെടുന്ന പലതും ഇതിഹാസ ഗ്രന്ഥങ്ങൾ മാത്രം. ഇപ്പോൾ രാമായണം പോലുള്ളത് ഒരു മഹാകാവ്യമാണ്. രാമായണമോ മഹാഭാരതമോ നിങ്ങൾ വായിക്കുന്നത് പോലെയല്ല ഞാനത് വായിക്കുന്നത്. യുദ്ധത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചുള്ളൊരു കാവ്യമായിട്ടാണ് ആദ്യം മുതലേ ഞാൻ മഹാഭാരതത്തെ കണ്ടുപോന്നിട്ടുള്ളത്. കാരണം അവസാനം കൈ ഉയർത്തിയുള്ള നിലവിളിയായാലും ശരി, ഈ ജയിച്ച പാണ്ഡവർ ഈ രക്തമൊലിച്ചു കിടക്കുന്ന ചെറുപ്പക്കാർക്കും മരിച്ചു കിടക്കുന്ന മൃഗങ്ങൾക്കും മരിച്ചു കിടക്കുന്ന വൃക്ഷങ്ങൾക്കും ഇടയിലൂടെ നടന്ന് നിലവിളിക്കുന്നതായാലും ഞാനതിലൊരു വിജയവും കണ്ടില്ല, പരാജയമാണ് കണ്ടത്. അബ്സേഡിറ്റി, യുദ്ധത്തിൻ്റെ അസംബന്ധം, അതിനെക്കുറിച്ചുള്ള ഏറ്റവും മഹത്തായ ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടാണ് മഹാഭാരതത്തെ ഞാൻ കണ്ടിട്ടുള്ളത്. രാമായണമാണെങ്കിൽ അനേകം രീതികളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ജൈന രാമായണവും ബുദ്ധരാമായണവും ഉണ്ട്. നമുക്ക് തന്നെ ഒരു മാപ്പിള രാമായണമുണ്ട്. ഈ ആദിവാസി രാമായണങ്ങളുണ്ട്. അതിൽ എന്നെ ഈ രാമായണങ്ങൾ ഒരു പ്രത്യേകം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. രാമാനുജൻ്റെ പുസ്തകം ഉൾപ്പെടെയുള്ള അനേകം പുസ്തകങ്ങൾ അതേക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു രാമായണം യുദ്ധമില്ലാത്തൊരു രാമായണമാണ്. അത് ഭീലി വംശക്കാർ, ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗമാണ് ഭീലി. ആ ഭീലികളുടെ രാമായണത്തിൽ യുദ്ധമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കാലം അവിടെ, കുറച്ച് ദിവസങ്ങൾ എൻ്റെ സുഹൃത്ത് ഗണേഷ് ദേവിയുടെ ഒപ്പം അവിടെ സഞ്ചരിച്ചു. ഭീലികളുടെ വീട്ടിൽ പോയി അവരുടെ കല, ഗംഭീരമായ ഈ ചുവർ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അവരുടെ കല കാണാനും അവരുമായിട്ട് ഒരു ദേവിക്ക് ആ ഭാഷ അറിയാമായിരുന്നു. ആ വഴിക്ക് ഒരു സംവേദനങ്ങൾ നടത്താനും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ഭീലികളോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് യുദ്ധമില്ലാതെ ഒരു രാമായണം ഉണ്ടാകുന്നത്? രാമനും തമ്മിലുള്ള യുദ്ധമല്ലേ രാമായണത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് പറയുന്നത്. ഇല്ല, ഞങ്ങൾ യുദ്ധത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് രാവണൻ താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ സീതയെ രാമന് തിരിച്ചു കൊടുത്ത് ക്ഷമിക്കണം സാർ എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ യുദ്ധം എന്നൊരു ഇതില്ല. പിന്നെ ഞാനതിൻ്റെ ഇതൊരു രാമായണ പ്രഭാഷണമാക്കി മാറ്റുന്നില്ല. കാരണം ഇതുപോലെ ഒരുപാടുണ്ട്. രാമന് ശാന്ത എന്നുള്ളൊരു സഹോദരിയുള്ള ജൈന രാമായണമുണ്ട്. എല്ലാവരും തന്നെ സന്യസിക്കുന്ന ബുദ്ധ രാമായണമുണ്ട്. പല രീതികളിലുള്ള രാമായണങ്ങളാണ് പല ഭാഗത്തും എഴുതപ്പെട്ടിട്ടുള്ളത്. നമുക്ക് തന്നെ കുറേ രാമായണങ്ങളുണ്ട്. മാപ്പിള രാമായണം ആയാലും ശ്രീരാമൻ്റെ ആയാലും എഴുത്തച്ഛൻ്റെ ആയാലും പലതരം രാമായണങ്ങൾ, നമുക്ക് 4-5 രാമായണങ്ങൾ എഴുതപ്പെട്ടതായിട്ടും എഴുതപ്പെടാത്തതായിട്ടുള്ള രാമായണങ്ങളും ഉണ്ട്. അത് ഇന്ത്യയിൽ മുഴുവൻ അന്വേഷിച്ച അനേകം കാണും. 300 എന്നാണ് എ.കെ. രാമാനുജൻ പറയുന്നത് 300 രാമായണ എന്നുള്ള പുസ്തകത്തിൽ. പക്ഷേ 300 അല്ല, 3000 എങ്കിലും കാണും രാമായണങ്ങളുടെ വേർഷൻസ്, പല രീതികളിലുള്ള വ്യാഖ്യാനങ്ങൾ. അപ്പോൾ നാം പലപ്പോഴും പുണ്യഗ്രന്ഥങ്ങളാക്കി മാറ്റുന്നത് ഈ തരത്തിലുള്ള വലിയ വൈവിധ്യങ്ങളുടെ ഒരു ഒരു ലീലാ മൈതാനങ്ങളായിരുന്ന, വൈവിധ്യത്തിൻ്റെ പല രീതികളിലുള്ള വൈവിധ്യങ്ങളെ അവതരിപ്പിക്കാനുള്ള മാർഗങ്ങളായിരുന്ന ഈ തരത്തിലുള്ള മഹാകാവ്യങ്ങളെയാണ് നാം പുണ്യഗ്രന്ഥങ്ങളായി ആരാധിക്കുന്നത്. അപ്പോൾ പുണ്യഗ്രന്ഥങ്ങൾ എന്ന നിലയ്ക്കല്ല, മനുഷ്യരുടെ കഥകൾ, മനുഷ്യരുടെ ഭീഷണമായ അന്തസ്സംഘർഷത്തിൻ്റെ കഥകൾ, ഇതിനൊക്കെ പ്രതീകാത്മകമായി വായിക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ പണിക്ക് കുരുക്ഷേത്രത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. കുരുക്ഷേത്രം എന്ന് പറയുന്നത് പുറത്തല്ല, മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന നിരന്തരമായ സംഘർഷത്തിൻ്റെ പേരുകൂടി ആണ് അത് എന്ന്. അപ്പം അങ്ങനെ പല രീതികളിൽ മനുഷ്യാവസ്ഥയിലേക്ക് ഉൾക്കാഴ്ചകൾ നൽകുന്ന ഗ്രന്ഥങ്ങൾ എന്ന നിലയിലാണ്. ഇത് മാത്രമല്ല, ഷേക്സ്പിയർ കൃതികളായാലും ഡിവൈൻ കോമഡി ആയാലും ഈ നമ്മൾ മഹത്തായ ക്ലാസിക്കലായിട്ട് കരുതുന്ന ഏത് ഭാഷയിലെ കൃതികളായാലും അവയുടെ എല്ലാം അകത്ത് ഈ തരത്തിൽ തിളയ്ക്കുന്ന, പരസ്പരം പൂരിപ്പിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മനോഗതികളും വിചാരഗതികളും എല്ലാം തന്നെയുണ്ട്. അവയാണ് ക്ലാസിക്കുകൾ വാസ്തവത്തിൽ
ക്ലാസിക്കലാക്കി മാറ്റുന്നത്. അപ്പോൾ കേരളത്തിലും ഞാൻ ഗോർഗാമോഹിയുടെയൊക്കെ കഥ പറഞ്ഞു, കേരളത്തിലും നമുക്കറിയാം വാവര തൊഴുതിട്ടാണ് ശബരിമലയ്ക്ക് കയറുന്നത്. വാവർ സ്വാമി എന്ന ആ ഒറ്റ വാക്കിലുണ്ട് ഈ രണ്ട് മതങ്ങളുടെ ഒരു സവിശേഷമായ സമന്വയ പ്രേമം, രണ്ടും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് മതങ്ങളുടെ ഒരു സ്നേഹം ആ തരത്തിലുള്ള വാക്കുകളിൽ പോലുമുണ്ട് എന്നറിയാം. അത് അല്ല, അത് പോട്ടെ. രാജസ്ഥാനിലൊക്കെ പോയ മങ്നിയാർമാരൊക്കെ പാടുന്ന പാട്ടുകളിൽ പലപ്പോഴും ഈ മുസ്ലിം ഗാനങ്ങളും ഹിന്ദു ഗാനങ്ങളും ഒരേപോലെ തന്നെ ഉൾപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആലപിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ ഭടരെ എടുക്കുക, ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളാണോ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത്? അബ്ദുൽ ഗാഫർ ഖാനെക്കുറിച്ച് അല്ലെങ്കിൽ സക്കർ ഹുസൈനെക്കുറിച്ച്, നമ്മുടെ അബ്ദുറഹിമാനെക്കുറിച്ച് ഒക്കെ ആലോചിക്കാതെ നമുക്ക് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ചരിത്രമെടുത്താലും നമ്മുടെ സാഹിത്യമെടുത്താലും ക്ഷേത്ര നിർമ്മാതാക്കളായിരുന്ന മുഗൾ രാജാക്കന്മാരെ എടുത്താലും, നിർമ്മാതാക്കൾ തന്നെയായിരുന്ന മുഗൾ രാജാക്കന്മാർ, ഔറംഗസേബിനെയാണ് ഏറ്റവും മതഭ്രാന്തൻ എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഔറംഗസേബും അമ്പലങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുള്ള ആളാണ്. ഞാൻ ഔറംഗസേബിൻ്റെ ആരാധകനല്ല, അദ്ദേഹത്തിന് ചില മുൻവിധികളുണ്ടായിരുന്നു. പക്ഷെ അക്ബറിനെ സംബന്ധിച്ച് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദം ഓൾ, ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചക്രവർത്തിയാണെന്ന ഒരു സംശയമില്ല. അദ്ദേഹം ഒരു തരത്തിൽ നിരക്ഷരനായ ആളായിരുന്നു. അതുകൊണ്ട് ഭയങ്കരമായ ജ്ഞാനതൃഷ്ണയായിരുന്നു. അതിനുവേണ്ടി വിദ്വാൻമാരെ, എല്ലാ മതങ്ങളിലും പെട്ട ആളുകളെ കൊണ്ടുവരികയും അവരോട് അവരുടെ മതങ്ങളെക്കുറിച്ച് സംസാരിക്കാനും തർക്കത്തിലേർപ്പെടാനും പറയുകയും തൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളുടെ എല്ലാം തന്നെ വലിയ പാട്ടുകാരെ, ചിത്രകാരന്മാരെ, കവികളെ, എല്ലാ തരത്തിലുമുള്ള ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വളരെ മഹാനായ അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു അതിശയോക്തിയും അതിലില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വില്യം ഡാർഡംബിൾ പറയുന്നുണ്ട് ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചക്രവർത്തിയാണ് അക്ബർ എന്ന്. അത് അങ്ങനെ പറഞ്ഞാലും അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യ കണ്ടിട്ടുള്ള ഒരു വലിയ മനസ്സുള്ള വിശാലമായ ഈ കൺവേർഷനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇപ്പോഴൊക്കെ നടപ്പിലുള്ള വിശ്വാസങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കും അക്ബർ പോലൊരു ചക്രവർത്തി ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഒരു വലിയ ശതമാനം മുസ്ലിങ്ങളാവുമായിരുന്നു. എന്തുകൊണ്ട് അവർ അത് ചെയ്തില്ല? ഇത് ടോളറൻസ് എന്ന് പോലും പറഞ്ഞാൽ പോരാ. കാരണം എനിക്ക് ആ വാക്കും ഇഷ്ടമല്ല. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ സഹിക്കുക എന്നുള്ളൊരു തോന്നൽ അതുകൊണ്ട് വരും. സഹിഷ്ണുതയല്ല, പരസ്പര ബഹുമാനം. ഈ മതങ്ങളുടെ സമന്വയം, പരസ്പര സമന്വയത്തിന് അങ്ങനെയാണ് ദീനില്ലാഹിയൊക്കെ വരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള മതങ്ങളുടെ സമന്വയം, മതങ്ങളുടെ അന്യോന്യ ആദരവ്, ഇതിൻ്റെയൊക്കെ ഒരു വലിയ മാതൃക, അക്ബറിനെ പോലുള്ള മാതൃകകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തെയ്യങ്ങളൊക്കെ നോക്കാം. മൗലവി തെയ്യം എന്ന് പറഞ്ഞാൽ തെയ്യമുണ്ട്, നമുക്കറിയാം. അപ്പോൾ ഈ എവിടെ നോക്കിയാലും ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. ഈ കേരളത്തിൽ പോലും ഈ ഹിന്ദു ഇസ്ലാം മൈത്രിയുടെ, അല്ലെങ്കിൽ ഹിന്ദു ഇസ്ലാം ക്രിസ്ത്യൻ മൈത്രിയുടെ അനേക രീതിയിലുള്ള ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു പള്ളിയിൽ എന്തെങ്കിലും ഒരു പെരുന്നാൾ എന്തെങ്കിലും ആഘോഷം നടക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ കൂടി പോകുമ്പോൾ ഒരു ഹിന്ദു ഘോഷയാത്ര പോകുന്നത് അവിടെ ചെണ്ട കൊട്ട് നിർത്തും. എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോൾ ചെണ്ടയ്ക്ക് ശബ്ദം കൂട്ടുകയാണോ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ചെണ്ട കൊട്ട് നിർത്തുമായിരുന്നു. വെറും ഒരു ചെറിയ ജെസ്ചറാണ്, ചെറിയൊരു ചേഷ്ടയാണത്. പക്ഷെ അത് വളരെ അർത്ഥവത്താണ്. ഞങ്ങൾ നിങ്ങളുടെ മതത്തെയും അതേപോലെ തന്നെ ബഹുമാനം, നേരെ മറിച്ചും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലാ ഈ മതങ്ങളും പരസ്പരം ബഹുമാനിച്ചിരുന്ന ഒരു കാലമുണ്ട്. മതവിശ്വാസികൾ മതവിശ്വാസമില്ലാത്തവരെ ബഹുമാനിച്ചിരുന്ന ഒരു കാലമുണ്ട്. എൻ്റെ സമീപകാലത്ത് എഴുതിയ ഗുരു എന്നുള്ള നാടകത്തിൽ സഹോദരൻ അയ്യപ്പനും ഗുരുവായിട്ടൊരു സംഭാഷണമുണ്ട്. അപ്പോൾ അതിൽ അയ്യപ്പൻ ഒരു യുക്തിവാദിയായിരുന്നു. പക്ഷെ അയ്യപ്പനോട് ഗുരു പറയുന്നുണ്ട്, ഈ ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ, അത് ഗാന്ധിജനെയും പിന്നെയും പറഞ്ഞു, ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ ആത്മീയമായ വഴിയിലൂടെ പ്രവേശിച്ച് പിന്നീട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. അമ്പലം സ്ഥാപിച്ച അടുത്തൊരു സ്കൂൾ വരും. സ്കൂൾ വന്നാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾക്ക് വേണ്ടി ജോലി എടുക്കാനുള്ള സ്ഥലങ്ങൾ വരും. അങ്ങനെയായിരിക്കും കേരളം പുരോഗമിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അതിന് പിറകിൽ. പാരമ്പര്യത്തിൻ്റെ ആരാധന, പാരമ്പര്യത്തിൽ നിന്ന് നല്ല അംശങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ പാരമ്പര്യത്തെ അതേപടി ആരാധിക്കുന്ന രീതി, എല്ലാത്തരം നാനാത്വത്തിൻ്റെയും നിരാസം, നമ്മുടെ ഈ ബഹുസ്വരതയെ ഇല്ലെന്ന് വയ്ക്കുകയും ഏകസ്വരമാക്കി രാഷ്ട്രത്തെ മുഴുവൻ മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക, ശാസ്ത്രീയതയ്ക്ക് തികച്ചും വിരുദ്ധമായിരിക്കുക, സംസ്കാരത്തെയും
എഴുത്തുകാരുൾപ്പെടെയുള്ള സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെയും എപ്പോഴും സംശയത്തോടു കൂടി മാത്രം നോക്കുക. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകളാണ് ഇവർ എന്നതാണ് കലാകാരന്മാരോടുള്ള പൊതു സമീപനം എന്ന് ആയിരിക്കുക. പ്രതിപക്ഷത്തെ ഒരു ജനാധിപത്യത്തിൽ അനിവാര്യമായ ഒരു ശക്തി, തിരുത്തൽ ശക്തിയായി കാണുന്നതിന് പകരം ഗൂഢാലോചനക്കാരായി കാണുക, പലതരത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തി ഈ പ്രതിപക്ഷത്തിലുള്ള ആളുകളെ നിശബ്ദരാക്കുകയോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുക, മരണത്തെ ആരാധിക്കുക. ഈ ഫാസിസ്റ്റുകളുടെ സ്പാനിഷ് ഫാസിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം വിവാ ലാ മൂർത്തിയെ എന്നായിരുന്നു. മരണം ജയിക്കട്ടെ. അതിന് കാരണം, ഞാൻ മരിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് നിങ്ങളെ കൊല്ലാനും അധികാരമുണ്ടെന്നാണ് അതിൻ്റെ ധ്വനി. അപ്പോൾ മരണം ജയിക്കട്ടെ, നമ്മളെല്ലാവരും ജീവിതം ജയിക്കട്ടെ എന്ന് വിളിക്കുന്നവരാണ്. നമ്മൾ ഉറക്കെ വിളിച്ചാലും മനസ്സിൽ മാത്രം വിളിച്ചാലും ജീവിതം ജയിക്കട്ടെ എന്ന് വിളിക്കുന്നവരാണ്. അതിന് പകരം മരണം ജയിക്കട്ടെ എന്ന് വിളിക്കുന്ന ആളുകളായിട്ട് ജനതയെ മുഴുവൻ തന്നെ മാറ്റാനുള്ള ശ്രമമുണ്ട്. ആ മുദ്രാവാക്യം അവർ ഉപയോഗിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ പുരുഷാധികാരം, അത് ഫാസിസത്തിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷണമാണ്. അത് ഹിറ്റ്ലറെ പോലെ അത്രയും പൊക്കം കുറഞ്ഞ ആളെപ്പോലും സ്തുതിപാഠകർ ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള ആളായിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം ശക്തിയുള്ള ആളായിട്ടാണ്, തൂക്കമുള്ള ആളായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത്. അതേപോലെ നമുക്കറിയാം, നാം കുറേ കാലമായി കേൾക്കുന്നു നെഞ്ചിൻ്റെ അളവിനെക്കുറിച്ചുള്ള വിസ്താരങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ശക്തി ഉപാസനകൾ. വലിയ ശക്തനാണ് എന്നതാണ് പ്രധാനം. നല്ലവനാണ് എന്നതല്ല, സ്നേഹമുള്ളവനാണ് എന്നതല്ല, നമ്മുടെ എല്ലാം മിത്രമാണ് എന്നതല്ല, കരുത്തൻ. ഈ കരുത്തൻ എന്ന വാക്ക് വളരെ സംശയത്തോടുകൂടി മാത്രമേ ജനാധിപത്യത്തിൽ നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് കരുത്തിനെയല്ല നാം സ്നേഹിക്കുന്നത് ഒരാളുടെ, പക്ഷേ അയാളുടെ ഹൃദയത്തിന് ചിലപ്പോൾ ദൗർബല്യത്തെ പോലും ആയിരിക്കാം. കാരണം പലപ്പോഴും സ്നേഹം നമ്മളെ ദുർബലരാക്കും, മനുഷ്യരോടുള്ള കാരുണ്യം നമ്മളെ ദുർബലരാക്കും. ആ ദൗർബല്യമാണ് ഈ നമ്മൾ പറയുന്ന മാംസപേശികളുടെ കരുത്തിനേക്കാളും നെഞ്ചിൻ്റെ വീതിയേക്കാളും ഒക്കെ തന്നെ പ്രധാനമായിരിക്കുന്നത്. മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ പുരുഷത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ ആരാധകർ കൂടിയായിരുന്നിട്ടുണ്ട് എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ടായിട്ടുള്ള ഫാസിസ്റ്റുകൾ എന്ന് പറയാം. അപ്പോൾ ഇതിന് എതിരായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഞാനത് വിവരിക്കുന്നതേ ഇല്ല, ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ജനാധിപത്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് പറയാൻ വളരെ ലളിതമായൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ജനാധിപത്യത്തെ വീണ്ടെടുക്കും. ഒന്നാമത്തെ കാര്യം ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാക്കലാണ്. അതും ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഴാക്ക് റാൻസിയെ എന്ന ഒരു ഫ്രഞ്ച് മാർക്സിസ്റ്റ് ചിന്തകനുണ്ട്. മാർക്സിസ്റ്റ് ചിന്ത വളരെ മുന്നോട്ട് പോയിട്ടോ, പലരും മനസ്സിലാക്കുന്ന പോലെയല്ല, വളരെ പുതിയ ഒരുപാട് ചിന്തകർ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ റാൻസിയെ പറയുന്നുണ്ട്, ജനാധിപത്യം എന്ന് പറയുന്നത് ഈ അദൃശ്യരായവരെ ദൃശ്യരാക്കുന്നതും ഇതുവരെ നാം കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നതുമായൊരു സംവിധാനമാണെന്ന്. ആരാണ് ഈ അദൃശ്യരായ ആളുകൾ? ആയതല്ല, ആക്കപ്പെട്ട ആളുകളാണ്. അത് ദളിതരാകാം, അവർണരാകാം, അത് ആദിവാസികളാകാം, പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളാകാം. ഇവരെല്ലാമാണ് അദൃശ്യരാക്കപ്പെട്ട ആളുകൾ. അവരുടെ തന്നെയാണ് കേൾക്കാത്ത ശബ്ദങ്ങളും. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് മുതൽ ഐക്യരാഷ്ട്രസഭ വരെ ഈ മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടത്ര പ്രാതിനിധ്യത്തോടെ കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് അതിനെ ജനാധിപത്യമെന്ന് ശരിക്കും വിളിക്കാനും കഴിയുക. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ താൽക്കാലികമായി അധികാരം നേടിയത് കൊണ്ടോ ജനാധിപത്യം ആകുന്നില്ല. അവിടെയാണ് ഗ്രാംഷിയുടെ രണ്ടാമത്തെ വാക്ക് വരുന്നത്, സബോൾട്ടേൺ, കീഴാളർ. ഈ ഹെഗമണി എന്ന് പറയുന്ന നെടുനായകത്വം ഉപയോഗിച്ചതിന് ഒപ്പം തന്നെ അദ്ദേഹം ഉപയോഗിച്ച മറ്റൊരു വാക്കുണ്ട്, കീഴാളർ. കീഴേക്ക്
തള്ളി മാറ്റപ്പെട്ട മനുഷ്യരെ മുഴുവൻ ചേർത്ത് പറയുന്ന ഒരു വലിയ വാക്കാണത്. ജയിലിൽ പ്രൊലറ്റേറിയറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടുകൂടിയാണ് ഗ്രാംഷി ആ വാക്ക് കണ്ടുപിടിച്ചത്. കാരണം ജയിലിൽ പ്രസൻറ്റ് ഡയറിയിലാണ് വരുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ജയിലിൽ പ്രൊലറ്റേറിയറ്റ് എന്ന് എഴുതിയാൽ പോലീസുകാർ പിടിക്കും. അപ്പോൾ അതിന് പകരം സബാൾട്ടേൺ ഉണ്ടാക്കിയതാണ്. പക്ഷേ ആ വാക്ക് പിന്നീട് ഉപയോഗിച്ച് അതിൻ്റെ അർത്ഥം വളരെ വിശാലമായി മാറി. ഒരു കാലത്തും അധികാരം ലഭിക്കാത്ത, അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട, തള്ളിമാറ്റപ്പെട്ട, ജാതിയുടെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ ആദിവാസികളായതിൻ്റെ പേരിലോ സ്ത്രീകളായതിൻ്റെ പേരിലോ അതർ ജെൻഡേഴ്സിൽപ്പെട്ട ആളുകളായതിൻ്റെ പേരിലോ തള്ളിമാറ്റപ്പെട്ട ഈ മനുഷ്യർ, ഈ കീഴാളരുടെ യഥാർത്ഥമായ ആധിപത്യം മാത്രമാണ് ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കം, അല്ലെങ്കിൽ അങ്ങനെ ആകേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ജനാധിപത്യ പ്രവർത്തകൻ അഥവാ പ്രവർത്തക, അല്ലെങ്കിൽ ഇതര ലിംഗങ്ങളിൽപ്പെട്ട ആളുകളായാലും അവർ ഈ എങ്ങനെയാണ് അത്തരത്തിലൊരു ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയുക, അത്തരം ജനാധിപത്യത്തിലേക്ക് എങ്ങനെ നമുക്ക് നീങ്ങാൻ കഴിയും എന്ന ചോദ്യമാണ് ചോദിക്കേണ്ടത്. അതിനാദ്യം വേണ്ടത് ജനാധിപത്യത്തിലുള്ള യഥാർത്ഥമായ വിശ്വാസമാണ്. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് തൽക്കാലം അഭിനയിക്കുകയാണ്, നാളെ വിപ്ലവം വരും എന്ന് പറയുകയല്ല. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുകയും ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണ് വളരെ പ്രധാനമായ കാര്യം. ഈ പറഞ്ഞ തരത്തിലുള്ള ജനാധിപത്യത്തിൽ, ശരിക്കുള്ള അടിത്തട്ടിൽ നിന്നുള്ള ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളിലൊന്നാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ അതിനെതിരായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളിലേക്കോ പുതിയ നിയമങ്ങളിലേക്കോ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭീകരങ്ങളായ ഉള്ളടക്കങ്ങളിലേക്കോ ഒന്നും തന്നെ കടക്കുന്നില്ല. പക്ഷേ ജനാധിപത്യത്തിലുള്ള യഥാർത്ഥമായ വിശ്വാസം അതീവ പ്രധാനമാണ്. ചരിത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. ശരിയായ വസ്തുതാപരമായി ശരിയായ സ്ഥാപിക്കപ്പെട്ട തെളിവുകളുള്ള ചരിത്രം പഠിക്കുക, അത് പഠിപ്പിക്കാൻ ശ്രമിക്കുക. ചരിത്രത്തിൻ്റെ എല്ലാ വളച്ചൊടിക്കലുകളെയും നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുക എന്നത് പ്രധാനമാണ്. ആ ചരിത്രത്തെയാണ് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി ഏറ്റവും ഭീകരമായ രീതിയിൽ വളച്ചൊടിക്കാൻ പോകുന്നതും മാറ്റാൻ പോകുന്നതും. അതുകൊണ്ട് അതിനെ നിരന്തരമായി എതിർത്തേ തീരൂ. മൂന്നാമത് ജനാധിപത്യ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നത്. നമ്മൾ ലിബറൽ എന്ന് പറയുന്ന സ്ഥാപനങ്ങളെ അതിനെ സംരക്ഷിക്കുക. കാരണം നമുക്കറിയാം, പൂനെയിലെ ഫിലിം ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ആദ്യത്തെ ആക്രമണം ഈ ഫാസിസ്റ്റുകൾ ആരംഭിക്കുന്നത്. പിന്നെ ICHR എടുത്തെടുത്തു. ഇപ്പോൾ സാഹിത്യ അക്കാദമി ഉടനെ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഉടൻ തന്നെ അതിൻ്റെ ഒരു ആയുധമായി മാറും. അവിടുത്തെ ഇപ്പോഴത്തെ അവസാനത്തെ സെക്രട്ടറിയും ഇന്നലെ അദ്ദേഹത്തിൻ്റെ ടൈം കഴിഞ്ഞു, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് BJPയുടെ മഹിളാ വിഭാഗത്തിൻ്റെ തലവയാണ്. ഉടൻ തന്നെ അവർക്ക് പറ്റിയ രീതി പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കും. അവർ നിയമങ്ങളെ, നെഹ്റു ഉണ്ടാക്കിയ വളരെ ആർക്കും തൊടാൻ പറ്റാത്ത തരത്തിലുള്ള നിയമങ്ങളെ മുഴുവൻ തന്നെ മാറ്റി, ഭരണഘടന മാറ്റി എഴുതും. അത് ആ തരം സ്ഥാപനമാകും. അതുപോലെ മറ്റ് അക്കാദമികൾക്കും എല്ലാം തന്നെ സംഭവിച്ചു എന്ന് വരാം. നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങളെ കണ്ടു, ICPR, ICSSR, ഇങ്ങനെയുള്ള ഇന്ത്യയിലത്തെ പ്രധാനമായിട്ടും നെഹ്റു തുടക്കമിട്ട വളരെ ലിബറലായ സ്വതന്ത്ര സ്ഥാപനങ്ങളെ. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നത് ആത്യന്തികമായി ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഏകകക്ഷി ഭരണത്തെ ഒഴിവാക്കുകയും വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളതും അതീവ പ്രധാനമാണ്. കാരണം ഒറ്റപ്പാർട്ടി ഭരണങ്ങൾ എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ, ക്ഷമിക്കണം, റഷ്യയും ചൈനയും ഉൾപ്പെടെ അവരെല്ലാം തന്നെ മുതലാളിത്തത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ചൈന തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു മുതലാളിത്ത രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ ക്ഷമിക്കണം. റഷ്യ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു ഏകാധിപത്യ രാജ്യമായി മാറിയെന്നും ഉള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഏക കക്ഷിയുടെ ഭരണത്തെയോ ഏകാധിപതിയുടെ ഭരണത്തെയോ ഒരുപോലെ എതിർക്കാൻ കഴിയുക എന്നത് ജനാധിപത്യത്തിൻ്റെ സ്ഥാപനത്തിന് വളരെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം റോസ ലക്സംബർഗിനെ ഉദ്ധരിച്ചതും. അപ്പോൾ കാരണം വൻ ഭൂരിപക്ഷത്തിലുള്ള പാർട്ടികൾക്ക് വ്യവസ്ഥയെ തന്നെ പൊളിച്ചെഴുതാൻ, ജനാധിപത്യത്തിൻ്റെ വ്യവസ്ഥയെ, ഭരണഘടനയെ മുഴുവൻ തന്നെ മാറ്റി എടുക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു പ്രത്യേക ബാലൻസിൽ ഈ പാർട്ടികൾ അങ്ങനെ നിൽക്കുകയാണ് കൂടുതൽ നല്ലത് എന്നാണ് നിശ്ചയമായിട്ടും എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ EVMൻ്റെ കാര്യം, പേപ്പർ ബാലറ്റ് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം, അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് സ്വപ്നം കാണേണ്ടതും പറ്റുമെങ്കിൽ നടപ്പാക്കാൻ ശ്രമിക്കേണ്ടതുമായ അനേകം കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഉദാഹരണത്തിന് സ്കാൻഡിനേവിയൻ
സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുള്ള പോലുള്ള ഒരു ജനാധിപത്യത്തിൽ പോലും എങ്കിലും നമുക്ക് ഇവിടെ നടപ്പാക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമുണ്ട്. നാം നടത്തുന്ന ഓരോ തെരഞ്ഞെടുപ്പും, നാം പറയുന്ന ഓരോ വാക്കും ഒരു വാസ്തവത്തിൽ ഒരു ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന തിരിച്ചറിവ് നിരന്തരമായിട്ടുണ്ടാവുക. പലതരത്തിൽ ഉയർന്നു വരുന്ന ഉപസൈന്യങ്ങളെ സൂക്ഷിക്കുക. RSS ആയിരുന്നു അതിൻ്റെ മദർ, അതിൻ്റെ ഒരു മദർന്ന് ഫാദർ എന്ന് പറയാൻ നല്ലതല്ലേ. അപ്പം അത് ആ തരത്തിലുള്ള ഉപസൈന്യത്തിൻ്റെ ഒരു നല്ല മാതൃക. പിന്നെ നമുക്കറിയാം സനാതൻ സൻസ് ഉൾപ്പെടെ ഗൗരി ലങ്കേഷിനെയും കാൽബുർഗിയെയും ഒക്കെ ഇല്ലാതാക്കിയ സംഘടനകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സംഘടനകൾ, പല പേര് അറിയുന്നതും അറിയാത്തതുമായ പേരുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം സൈന്യങ്ങളെ തീർച്ചയായിട്ടും നാം സൂക്ഷിച്ചിരിക്കേണ്ടതുണ്ട്. ഏത് സമയത്തും അതിന് ഹനുമാൻ സേനയെന്നോ ശ്രീരാം സേനയെന്നോ എന്ത് പേരിട്ടാലും അവരെല്ലാവരും ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്ന് നാം ഓർക്കുക. പ്രതിഷേധിക്കുക, അത് തീർച്ചയായിട്ടും എപ്പോഴും ഞാൻ ഗാന്ധിയെ ഓർക്കാറുണ്ട്. അക്കേലേർ ചലോ എന്ന ടാഗോറിൻ്റെ പാട്ട് അദ്ദേഹം എപ്പോഴും പറയും, ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്കായാലും പ്രതിഷേധിക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് ശകാരങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾ ശത്രുക്കളായി മാറും, നിങ്ങളുടെ മിത്രങ്ങൾ നിങ്ങളെ ശകാരിക്കും. അപ്പോഴും ഒറ്റയ്ക്ക് തനിക്ക് ശരിയെന്ന്, തനിക്ക് നീതിയെന്ന് തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ഗാന്ധിയുടെ നീതി തത്വത്തിൻ്റെ ഏറ്റവും പ്രധാനമായൊരു തത്വം അതായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കായാലും പ്രതിഷേധിക്കാനും കഴിയില്ല. പലപ്പോഴും സത്യത്തിന് ഭൂരിപക്ഷം കിട്ടാറില്ല എന്ന് മനസ്സിലാക്കിയാൽ അതിന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. സത്യത്തിനും നീതിക്കും പലപ്പോഴും ഭൂരിപക്ഷം കിട്ടാറില്ല. പക്ഷേ അപ്പോഴും നാം സത്യം പറഞ്ഞുകൊണ്ട് ഇരിക്കുക തന്നെ വേണം. അതുപോലെ നമ്മൾ വാക്കുകൾ ശ്രദ്ധിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, മാധ്യമങ്ങളെ വിമർശന ബുദ്ധിയോടുകൂടി മാത്രം കാണാനോ വായിക്കാനോ ശ്രദ്ധിക്കുക. പത്രങ്ങളായാലും ടെലിവിഷൻ വാർത്തകളായാലും വളരെ ക്രിട്ടിക്കലായി മാത്രം ഇത് നേരാണോ നേരാണോ എന്ന്. ഇപ്പോൾ ഫാക്ട് ചെക്കിനുള്ള പല ഏർപ്പാടുകളും ഇപ്പോൾ ഉണ്ട്. നമുക്ക് AI ഫാക്ട് സൃഷ്ടിക്കാനും കഴിയും, ഫാക്ട് ചെക്ക് ചെയ്യാനും കഴിയും. ഈ ഫാക്ട് ചെക്കിൽ തന്നെ കളവുണ്ടാക്കി ഒരു നുണയെ ഫാക്റ്റ് ആക്കാനും കഴിയും. അതുകൊണ്ട് ഇത്തരം കാലങ്ങളിൽ നമ്മുടെ ആത്യന്തികമായി നമുക്ക് നമ്മുടെ തന്നെ വിമർശന ബുദ്ധിയെയും വായനയെയും ഒക്കെ ആശ്രയിക്കേണ്ടി വരും. ആ തരത്തിൽ മാധ്യമങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുക. ഈ സൈബർ പ്രചാരണങ്ങളെയൊക്കെ സംശയത്തോടുകൂടി കാണുക, വസ്തുത എവിടെയാണ് എന്ന് അന്വേഷിക്കുക, വാചകങ്ങളിൽ വീഴാതെ വസ്തുതകൾ എന്താണ് എന്ന് നിരന്തരമായി അന്വേഷിക്കുക, സത്യം മരിക്കുന്ന വഴികൾ എന്തെല്ലാമാണ് എന്ന് തിരിച്ചറിയുക. അത് പലതരത്തിൽ സത്യം മരിക്കുന്നതിനെക്കുറിച്ച് വിക്ടർ ക്ലെമ്പർ എന്ന് പറഞ്ഞ കേസിന് ഈ ഫാസിസ്റ്റ് കാലത്ത് നുണനിർമ്മിതിയെ പറ്റിയുള്ള ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ദ ലാംഗ്വേജ് ഓഫ് ദ തേർഡ് റീ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ അങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയാണ് സത്യം മരിക്കുന്നത്. ആദ്യം നുണ സൃഷ്ടിക്കുന്നു. ഒരു നുണ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ഒരു നുണ സൃഷ്ടിക്കുന്നു. രണ്ടാമത് ഈ നുണ ഒരുപാട് പേര് ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേരോട് അത് ആവർത്തിക്കാൻ പറയുന്നു. മൂന്നാമത് ഒരേ സമയം നടപ്പാക്കാൻ കഴിയാത്ത പരസ്പര വിരുദ്ധമായ വാഗ്ദാനങ്ങൾ നൽകുന്നു. ഞങ്ങൾ അതും ചെയ്യും ഇതും ചെയ്യും എന്ന് പറയുന്നു. പക്ഷേ ഒന്ന് ചെയ്താൽ മറ്റു ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാവുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക. ഇപ്പോൾ നമുക്ക് സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി ഞങ്ങളെല്ലാം ചെയ്യുമെന്ന് പറയും, അതേസമയം നമ്മുടെ ബഡ്ജറ്റിൻ്റെ 90% ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി ചിലവാക്കണമെന്ന് പറയുകയും ചെയ്താൽ ഇത് രണ്ടും കൂടി നടക്കാൻ പോകുന്ന കാര്യമല്ല. ഈ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് മുട്ട പൊട്ടാതെ നോക്കുകയും വേണം, ഓംലെറ്റ് തിന്നുകയും വേണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആ തരത്തിലുള്ളൊരു മുദ്രാവാക്യമാണ് അത് എന്ന് പറയാം. നാലാമതായിട്ട് തെറ്റായ വിശ്വാസങ്ങൾ ക്രമേണ സത്യങ്ങളെ നുണകളാക്കി മാറ്റുക. ഐനസ്കോവിൻ്റെ ഭാഷയിൽ പറഞ്ഞ് എല്ലാവരെയും കണ്ടാമൃഗങ്ങളാക്കി മാറ്റുക. ഇത് മനുഷ്യരല്ലാതെ കാണുക, ഒരേപോലെ ചിന്തിക്കുന്ന കുറേ മൃഗങ്ങളാക്കി മനുഷ്യ സമൂഹത്തെ മുഴുവൻ തന്നെ മാറ്റുക. കാരണം നാം ജീവിക്കുന്നത് പ്രചാരണത്തിൻ്റെ യുഗത്തിൽ, നമുക്കെല്ലാവർക്കും അറിയാം, വെറുതെ മൊബൈൽ തുറന്നാൽ നമുക്കറിയാം നാം ജീവിക്കുന്നത് പ്രചാരണത്തിൻ്റെ യുഗത്തിലാണ്. പ്രചാരണത്തിന് വേണ്ടി എന്ത് നുണയും പറയാം, ആ നുണ പ്രചരിപ്പിക്കാൻ ധാരാളം ആളുകളുണ്ടാവും, എന്ത് തെറ്റും ന്യായീകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും നുണയല്ലാതെ ആവുന്നില്ല. തെറ്റായ
തെറ്റായ ഒരു പ്രവൃത്തി തെറ്റാവാതെ ഇരിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ ഈ യാഥാർത്ഥ്യത്തെ കണ്ടുപിടിക്കുകയും ഈ പ്രചാരണത്തെ അതുകൊണ്ട് നേരിടാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. ടിമോത്തി സ്നൈഡർ പറയുന്നുണ്ട്, അദ്ദേഹം ഒരുപാട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ക്യാപിറ്റലിസത്തെ പറ്റിയും ഫാസിസത്തെ പറ്റി എഴുതിയാണ്. അദ്ദേഹം പറയുന്നുണ്ട് പോസ്റ്റ് ട്രൂത്ത് ഈസ് പ്രീ ഫാസിസം എന്ന് പറയുന്നുണ്ട്. ഈ സത്യാനന്തരം, അല്ലെങ്കിൽ നമ്മൾ സത്യാനന്തര കാലം ധാരാളം പറയാറുണ്ട്. സത്യാനന്തരം എന്നത് ഫാസിസ പൂർവം എന്ന, ഫാസിസത്തിന് മുമ്പ് വരുന്നൊരു സംഗതിയാണ് ഈ സത്യാനന്തര കാലവും സത്യാനന്തര പ്രചാരണവും എല്ലാം തന്നെ. ഇഷ്ടപ്പെടാത്തതിനെല്ലാം നുണ എന്ന് പറഞ്ഞ് തള്ളുക, ഇഷ്ടപ്പെടുന്നതിനെ മാത്രം സത്യമായിട്ട് അംഗീകരിക്കുക എന്നുള്ള രീതി, ആ രീതിയിൽ നിന്ന് മാറുക, പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോവുക, പരിചയമില്ലാത്ത മനുഷ്യരുമായി സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുക. ഒപ്പം തന്നെ സിവിൽ സൊസൈറ്റി സംഘടനകൾക്ക് പ്രാധാന്യം നൽകും. നമ്മുടെ സംഘടന അങ്ങനെ ഒരു സംഘടനയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളെല്ലാം കാണുന്നത് ഒരു പൗരസംഘടനകൾക്ക്, മനുഷ്യാവകാശ സംഘടനകൾക്ക് വലിയ പ്രാധാന്യം നൽകുക. അത് ഒരു ഏകാധിപത്യവും അവയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല എന്നല്ല, അവയെ അവഗണിക്കുകയാണ്. ഏകാധിപത്യം മാത്രമല്ല, ജനാധിപത്യമായി അഭിനയിക്കുന്ന ഏകാധിപത്യങ്ങളും അവയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല. അതുകൊണ്ട് മനുഷ്യാവകാശം, മതമൈത്രി, ഇങ്ങനെയുള്ള അനേകം തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ സംഘടനകൾ, ഈ തരത്തിലുള്ള സംഘടനകൾ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷവും ശ്വസിക്കാനുള്ള വായുവും നൽകുക എന്നത് വളരെ പ്രധാനമാണ്. എല്ലാ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെയും എല്ലാ തരത്തിലുള്ള അവകാശ നിഷേധങ്ങളെയും നിയമങ്ങൾ ഉപയോഗിച്ചോ ജനശക്തി ഉപയോഗിച്ചോ എതിർത്തുകൊണ്ടിരിക്കുക എന്നതും അത്ര തന്നെ പ്രധാനമാണ്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ദേശീയവാദിയാകാതെ ദേശസ്നേഹി ആവുക. കാരണം ദേശസ്നേഹം എന്ന് പറയുന്നത് ഒരു മാപ്പിനോട്, ഭൂപടത്തോടുള്ള സ്നേഹമല്ല, ദേശത്തിലെ മനുഷ്യരുമായുള്ള സാഹോദര്യമാണ്. അവരോടുള്ള ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹമാണ് ദേശീയവാദം. ഞാനതിലേക്ക് പോകുന്നേയില്ല, ഞാൻ ക്ഷീണിച്ചൊരു വിധം. ദേശീയവാദം എന്ന് പറയുന്നത് ടാഗോറിൻ്റെ, ഞാനതിനെപ്പറ്റി ദീർഘമായൊരു ലേഖനം, ടാഗോറിൻ്റെ 4 ലേഖനങ്ങൾ, നമ്മുടെ ദേശീയ ഗാനം എഴുതിയ അതേ ടാഗോറാണ് ഈ ദേശീയവാദത്തെ എതിർത്ത് 4 ഗംഭീര പ്രഭാഷണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളുമായിട്ട് നടത്തി. എങ്ങനെയാണ് അത് സങ്കുചിതത്വത്തിലേക്ക് നയിക്കുന്നത്, അഹന്തയിലേക്ക് നയിക്കുന്നത്, അസൂയയിലേക്ക് നയിക്കുന്നത്, യുദ്ധത്തിലേക്ക് നയിക്കുന്നത് എന്ന്. അപ്പം നാഷണലിസം എന്ന് പറയുന്ന ഐഡിയോളജി, അതൊരു പ്രത്യയശാസ്ത്രം, അത് വളരെ ആത്യന്തികമായി അപകടകരമാണ്. അതിന് പകരം നമുക്ക് നമ്മുടെ ദേശത്തെ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കുക. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിലൊന്ന് എല്ലാ പ്രതിപക്ഷങ്ങളും ഐക്യപ്പെടുക എന്നാണ്. ആ പ്രതിപക്ഷങ്ങളുടെ ഐക്യം മാത്രമേ ആത്യന്തികമായി ഫാസിസത്തെ തകർക്കാൻ പോകുന്നുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നിക്കാൻ പറ്റിയത്, പക്ഷേ നമ്മളെപ്പോഴും കാണുന്നത് വിഭജിക്കാൻ പറ്റിയ കാരണങ്ങളെയാണ്. നമ്മുടെ ഭരണഘടനയുടെ അപചയം, നമ്മുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, ഏകാധിപത്യത്തിൻ്റെ വളർച്ച. വാസ്തവത്തിൽ ശത്രു ഒന്ന് തന്നെയാണ്. അത് സവർണത്വമായി, ഞാൻ സവർണർ എന്നല്ല പറയുന്നത്, സവർണത്വം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ അത് ബ്രാഹ്മണ്യമായിരിക്കാം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആഭിമുഖ്യമുള്ളൊരു സമ്പദ് വ്യവസ്ഥ ആയിരിക്കാം, അല്ലെങ്കിൽ തിയോക്രസി എന്ന് പറയുന്ന ഒരു മതാധിപത്യമായിരിക്കാം. ശത്രു ഒന്ന് തന്നെയാണെങ്കിൽ എന്തുകൊണ്ട് ആ ശത്രുവിനെ നമുക്ക് ഒന്നിച്ചെതിർക്കാനും കഴിയുകയില്ല? എന്തിന് നാം വിഭജിച്ച് നിൽക്കണം? എന്തുകൊണ്ട് ഒന്നിച്ച് നിന്ന് പ്രാഥമികമായി ഇന്ത്യയെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒരു ശത്രുവിനെ ഒന്നിച്ചു നിന്ന് നേരിട്ടുകൂടാ? ഈ ചോദ്യം ആത്യന്തികമായി നാം എല്ലാവരും തന്നെ ചോദിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷികളുടെ രാഷ്ട്രം വളരെ വളരെ മുമ്പ് എഴുതിയൊരു കവിതയാണ്. പക്ഷികളുടെ രാഷ്ട്രം, ഇതിൽ നിർത്താം ഞാൻ. പക്ഷികളുടെ രാഷ്ട്രത്തിന് അതിർത്തികളില്ല, ഭരണഘടനയും. പറക്കുന്നവരെല്ലാം അവിടുത്തെ പൗരരാണ്, കവികൾ ഉൾപ്പെടെ. ചിറകാണ് അതിൻ്റെ കൊടി. മൈന കുയിലിനോട് ശബ്ദത്തിൻ്റെ കാര്യം പറഞ്ഞ് വഴക്കിടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഥവാ കൊക്ക് കാക്കയെ നിറത്തിൻ്റെ പേരിൽ ആട്ടിയോടിക്കുന്നത്? കൂമൻ മൂളുന്നത് മയിലിനോടുള്ള അസൂയ കൊണ്ടല്ല തന്നെ. ഒട്ടകപ്പക്ഷിയോ പെൻഗ്വിനോ തങ്ങൾക്ക് പറക്കാനാകില്ല എന്ന് എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ?
പിറക്കുമ്പോഴേ അവർ ആകാശവുമായി സംസാരിച്ചു തുടങ്ങുന്നു. മേഘങ്ങളും മഴവില്ലുകളും ഇറങ്ങി വന്ന് അവരെ തലോടുന്നു. ചിലപ്പോൾ അവർ തങ്ങളുടെ നിറങ്ങൾ പക്ഷികൾക്ക് കൊടുക്കുന്നു. മേഘം പ്രാവിനോ മഴവില്ല് പഞ്ചവർണ്ണക്കിളിക്കോ എന്ന പോലെ. സൂര്യനും ചന്ദ്രനും ഇടയിലിരുന്നാണ് അവർ സ്വപ്നം കാണുന്നത്. അപ്പോൾ ആകാശം നക്ഷത്രങ്ങളും മാലാഖമാരും കൊണ്ട് നിറയുന്നു. അവർ ഇരുട്ടിലും കാണുന്നു. യക്ഷികളോടും ഗന്ധർവന്മാരോടും സല്ലപിക്കുന്നു. ഭൂമിയിലേക്ക് അവരിറങ്ങി വരുന്നത് പുല്ലുകളെ ആശ്വസിപ്പിക്കാനോ പൂവുകളെ പാടി വിരിയിക്കാനോ മാത്രമാണ്. അവർ തിന്നുന്ന പഴങ്ങളും പുഴുക്കളും അവരുടെ മുട്ടയിൽ നിന്ന് കുഞ്ഞിച്ചിറകുകളുമായി വിരിഞ്ഞിറങ്ങുന്നു. ഞാനൊരു ദിവസം പക്ഷിയായി ജീവിച്ചു നോക്കി. എനിക്ക് രാഷ്ട്രം നഷ്ടപ്പെട്ടു. രാഷ്ട്രം ഒരു കൂടാണ്. അത് തീറ്റ തരുന്നു. ആദ്യം നിങ്ങളുടെ പാട്ടിന് വേണ്ടി, പാട്ടതിന് പിടിക്കാതാവുമ്പോൾ നിങ്ങളുടെ മാംസത്തിന് വേണ്ടി.